നമ്മളുടെ ആരാധ്യനായിട്ടുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസ് ജി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പുഷ്പാർച്ചനയിൽ പങ്കുചേരുകയാണ്. കൃഷ്ണദാസ് ജിയെ സഹർഷം കൊട്ടാരക്കരയ്ക്ക് വേണ്ടി, കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഷാൾ എടുത്തോണം. ദീപം തെളിയിക്കുന്നതിനായി ഉദ്ഘാടകൻ കൃഷ്ണദാസ് ജിയെ ക്ഷണിക്കുകയാണ്. ശോഭ ചേച്ചിയും ക്ഷണിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ രാജീവ് പ്രസാദ് അവർകളെയും ക്ഷണിക്കുകയാണ്. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഭരിക്കുന്ന നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വിദ്യയും ദീപം തെളിയിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. നമ്മളുടെ നാടിന്റെ ഐശ്വര്യമായി BJP-യിലേക്ക് കടന്നു വന്നിട്ടുള്ള R. രശ്മി അവർകളെ ദീപം തെളിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പാർട്ടിയുടെ സമുന്നത നേതാവ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷ B. രാധാമണി ചേച്ചിയെ ദീപം തെളിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഗോപിച്ചേട്ടൻ മുൻ ജില്ലാ അധ്യക്ഷൻ, പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ, സംസ്ഥാന സമിതി അംഗം G. ഗോപിനാഥ് അവർകളെ ദീപം തെളിയിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമര മുഖമായിട്ടുള്ള യുവത്വത്തിന്റെ പ്രതീകമായ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര അവരെ ക്ഷണിക്കുകയാണ്.
എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന സ്വീകരണ പരിപാടി, സ്വീകരണം ഏറ്റുവാങ്ങുന്ന ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള 5 വർഷം ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ശേഷം 10 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗം, ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി മത്സരിച്ച് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ R. രശ്മി, നമ്മുടെ രശ്മി ചേച്ചി ഭാരതീയ ജനതാ പാർട്ടിയിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. ആ രശ്മി ചേച്ചിയെയും ഭാരതീയ ജനതാ പാർട്ടിയിലോട്ട് കടന്നു വരുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെയും സ്വീകരിക്കുന്നതിനുള്ള ചടങ്ങാണ്. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന, ഈ ചടങ്ങിന്റെ ഉദ്ഘാടകനായിട്ടുള്ള ദേശീയ നിർവാഹക സമിതി അംഗം, മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PK കൃഷ്ണദാസ് ജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശോഭ സുരേന്ദ്രൻ അവർകൾ, പാർട്ടി ജില്ലാ അധ്യക്ഷ ശ്രീമതി രാജീവ് പ്രസാദ് അടക്കമുള്ള നേതാക്കന്മാർ, വേദിയിലിരിക്കുന്നതും സദസ്സിലുള്ളതുമായിട്ടുള്ള നേതാക്കന്മാർ, പ്രവർത്തകർ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും സംസ്ഥാന നേതൃത്വവും കേരളത്തെ നയിക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രം വഴിമാറുകയാണ്. മാറാത്തത് ഇനി മാറുമെന്നുള്ള മുദ്രാവാക്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ മാറിയേ മതിയാകൂ. കേരളം മാറാൻ പോവുകയാണ്, കൊല്ലം ഈസ്റ്റ് മാറാൻ പോവുകയാണ്, കൊട്ടാരക്കര മാറാൻ പോവുകയാണ്. കൊട്ടാരക്കരയെ പറ്റി പറയുമ്പോൾ, കൊട്ടാരക്കര മാറിയാൽ പോരാ, അടിമുടി മാറണം. നാം ചിന്തിക്കണം, കാലാകാലങ്ങളായി കുറെ നാൾ ഇവിടുത്തെ മാടമ്പിയായിരുന്ന R. ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര ഭരിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് ഐഷ പോറ്റി MLA 15 വർഷക്കാലം MLA ആയിരുന്നു. അതിനുശേഷം ബാലഗോപാൽ, കേരളത്തിന്റെ രണ്ടാമനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി, 5 വർഷം ഇവിടെ ഭരിച്ചു. അപ്പോ കാലാകാലങ്ങളായി ഇടതും വലതും ഭരിച്ച ഈ കൊട്ടാരക്കരയിൽ എന്ത് വികസനം ഉണ്ടായി എന്ന് പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, ചർച്ച ചെയ്യണം. ഈ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും മാത്രമേ സാധിക്കുള്ളൂ. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 11 വർഷക്കാലമായി ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്ക് വികസനം എത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ, അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ഈ നടക്കുന്ന ഉജ്ജ്വല സ്വീകരണ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സമാരാധ്യയായിട്ടുള്ള കൊല്ലം ഈസ്റ്റ് ജില്ലയെ കരുത്തോടെ നയിക്കുന്ന എല്ലാ പ്രവർത്തകരോടും തോളോടൊപ്പം നിന്നുകൊണ്ട് കൊല്ലം ഈസ്റ്റ് ജില്ലയെ കരുത്തുറ്റ ജില്ലയാക്കി മാറ്റി ശക്തമായ പ്രവർത്തനത്തിന് രാവും പകലും കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള, ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി രാജീവ് പ്രസാദ് അവരുടെ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ എത്തിയിട്ടുള്ള ഏറെ ബഹുമാനായിട്ടുള്ള, എല്ലാവർക്കും അറിയാം, PK കൃഷ്ണദാസ് ജി, സൗമ്യമായ മുഖം, സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന കാലയളവിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ അടിത്തറ നൽകിയ നേതാവ്, ഏവരുടെയും പ്രിയപ്പെട്ട നേതാവ്, ദേശീയ നിർവാഹക സമിതി അംഗം, മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഏവരുടെയും പ്രിയങ്കനായിട്ട് PK കൃഷ്ണദാസ് അവരുടെ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി കേരളത്തിന്റെ ധീര വനിത, കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള, ഏവരുടെയും ആവേശമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് തന്നെ ഇപ്പൊ ആശയക്കുഴപ്പത്തിലാണ്. സോഷ്യൽ മീഡിയ എടുത്താൽ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണം, ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കണം, ചേച്ചിക്ക് തന്നെ ആകെ ആശയക്കുഴപ്പം, എല്ലാ മണ്ഡലങ്ങളും വിളിക്കുകയാണ്. അപ്പോ പ്രിയങ്കരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ അവരുടെ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അടുത്തതായി ഈ ജില്ലയെ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം നിന്നുകൊണ്ട് നയിക്കുന്ന, ഏത് സമയം കൊട്ടാരക്കരയിൽ താമസിച്ചുകൊണ്ട് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഹുമാനായിട്ടുള്ള ജില്ലാ പ്രഭാരി ശ്രീ TR, സംസ്ഥാന സമിതി അംഗം ശ്രീ TR അജിത് കുമാർ അവർകളെ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുൻ ജില്ലാ അധ്യക്ഷൻ, സംസ്ഥാന സമിതി അംഗം, ഏവരുടെയും പ്രിയങ്കനായിട്ടുള്ള മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ G ഗോപിനാഥ് അവർകളെ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മൾ ഈ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏവരുടെയും പ്രിയങ്കരി, ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എപ്പോഴും ചിരിച്ച മുഖം, സൗമ്യമായ മുഖം, ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള 5 വർഷം ഞാൻ സൂചിപ്പിച്ചു, 5 വർഷം ഗ്രാമപഞ്ചായത്ത് അംഗമായി നിന്നു. ശേഷം 10 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗം. കഴിഞ്ഞ തവണ ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലഗോപാലനെ നമുക്കറിയാം, UDFന്റെ വോട്ടുകളൊക്കെ നമുക്കിവിടെ അറിയാം എത്ര ഉണ്ടെന്നൊക്കെ. അപ്പോ അതിനപ്പുറം ജനകീയ വോട്ടുകൾ വാങ്ങിക്കൊണ്ട്, 50,000-ൽ പല വോട്ടുകൾ വാങ്ങിക്കൊണ്ട് ശക്തമായ മത്സരം കാഴ്ചവെച്ച പ്രിയങ്കരിയായിട്ടുള്ള, ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ രശ്മി ചേച്ചിയെ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ഈസ്റ്റ് ജില്ലയെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന 3 ജനറൽ സെക്രട്ടറിമാർ, പറയാതിരിക്കുന്ന നിർവാഹമല്ല, 3 പേർ മത്സരബുദ്ധിയോടെ കൊല്ലം ഈസ്റ്റ് ജില്ലയെ ഏറ്റവും കരുത്തുറ്റ ജില്ലയാക്കി മാറ്റുവാൻ, കേരളത്തിന്റെ 1-ാം നമ്പർ ജില്ലയാക്കി മാറ്റുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജനറൽ സെക്രട്ടറിമാർ അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ അവർകളെ ഈ യോഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള AR അരുൺ അവർകളെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ആലഞ്ചേരി ജയചന്ദ്രൻ ചേട്ടനെ ഈ യോഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, എവർക്കും അറിയാവുന്ന പ്രിയമുഖം, സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ B രാധാമണി ചേച്ചിയെ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ അജിമോൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ വിളക്കുടി ചന്ദ്രൻ അവർകൾ, സുഭാഷ് പട്ടാഴി അവർകൾ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നെടുവത്തൂർ പഞ്ചായത്ത്. ആ BJP ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസാരയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാകരുവായത്തെ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ ബൈജു ചെറുബൈക അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ MR സുരേഷ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ പുത്തയം ബിജു അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോമോൻ കീർത്തനം അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഉമേഷ് ബാബു അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മിനി ശിവരാമൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി S പത്മകുമാരി അവർകളെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ബൈജു തോട്ടശ്ശേരി അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കല്ലട ദാസ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ KR രാധാകൃഷ്ണൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഡ്വക്കേറ്റ് രമാദേവി അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സീന ഉദയൻ ജില്ലാ സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സുനിതയെ സ്വാഗതം ചെയ്യുന്നു. ജില്ലയുടെ ട്രഷററായിട്ടുള്ള ശ്രീ അരുൺ കാടാംകുളത്തിനെ സ്വാഗതം ചെയ്യുന്നു. മീഡിയ സെല്ലിന്റെ ഈസ്റ്റ് ജില്ലയുടെ കൺവീനറായിട്ടുള്ള ശ്രീ G സുരേഷ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഈസ്റ്റ് ജില്ലയുടെ സെൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ A നെടുവത്തൂർ രാജഗോപാൽ അവർകളെ സ്വാഗതം ചെയ്യുന്നു. SSC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ബബുൽ ദേവ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. കർഷക മോർച്ചയുടെ സംസ്ഥാന ട്രഷററായിട്ടുള്ള ശ്രീ അജയൻ കോട്ടാത്തല അവർകളെ സ്വാഗതം ചെയ്യുന്നു. കർഷക മോർച്ചയെ നയിക്കുന്ന, കൊല്ലം ഈസ്റ്റ് ജില്ലയെ നയിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ശ്രീ റെജി ഇടമൺ അവർകളെ സ്വാഗതം ചെയ്യുന്നു. OBC മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ കലയനാട് ബിജു അവർകളെ സ്വാഗതം ചെയ്യുന്നു.
ശ്രീ ആറ്റുപുറം സുരേഷ് കർഷക മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ബിനോയ് ജോർജ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശ്രീ വിനോദ് താമരക്കുടിയെ സ്വാഗതം ചെയ്യുന്നു. മഹിളാ മോർച്ചയെ നയിക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ അധ്യക്ഷ ശ്രീമതി രേഖ അജേന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു. യുവമോർച്ചയെ ശക്തമായി നയിക്കുന്ന ജില്ലാ പ്രസിഡന്റ് അനന്തു പ്ലാക്കോടിനെ സ്വാഗതം ചെയ്യുന്നു. കൊട്ടാരക്കര മണ്ഡലത്തിന്റെ പ്രഭാരിയും OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ പൂന്തോട്ടം സത്യൻ അവരെ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത പറയാനുള്ള നെടുവത്തൂർ മണ്ഡലത്തിന്റെ ആരാധനായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് ശ്രീ M ശ്രീനിവാസൻ അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ ആദ്യത്തെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ ചേട്ടനെ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രാജഗോപാൽ സാർ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ രാജഗോപാൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റെത്തിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, മോർച്ചകളുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, മണ്ഡലം ഭാരവാഹികൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, മോർച്ചകളുടെ പ്രവർത്തകർ, നേതാക്കന്മാർ, എല്ലാവർക്കും ബൂത്ത് തല പ്രവർത്തകർ, എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ, മാധ്യമ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഈ യോഗത്തിന്റെ പേരിലും പാർട്ടിയുടെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പേരിലുമുള്ള സ്വാഗതം ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് BJPയിലേക്ക് കടന്നു വന്ന R രശ്മിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. ആ സ്വീകരണ പരിപാടി ആരംഭിക്കുകയാണ്. രശ്മിയെ കുറിച്ച് രണ്ട് വാക്ക്. ഇന്ന് നമ്മുടെ ഈ രാഷ്ട്രീയ വേദിക്ക് പുതിയൊരു ഊർജവും ഉണർവും പകർന്നു നൽകുവാൻ ഈ വിശിഷ്ട വ്യക്തിത്വം BJPയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൊട്ടാരക്കരയുടെ മണ്ണിൽ ജനകീയ പ്രവർത്തനത്തിന്റെ പര്യായമായി മാറിയ പ്രിയങ്കരിയായ ശ്രീമതി R രശ്മി 2 പതിറ്റാണ്ട് കാലം കുളക്കട ഗ്രാമപഞ്ചായത്തിലും കൊല്ലം ജില്ലാ പഞ്ചായത്തിലും ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് വികസനത്തിന്റെ പുതിയ പാഠങ്ങൾ ജനങ്ങൾക്ക് പകർന്നു നൽകിയ ഭരണാധികാരി. വെറുമൊരു രാഷ്ട്രീയ പ്രവർത്തക എന്നതിൽ ഉപരി ഹിന്ദി സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും സഹകരണ മേഖലയിൽ പ്രാവീണ്യവുമുള്ള ഒരു മികച്ച പണ്ഡിത കൂടിയാണ് രശ്മി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ എതിരാളികളെ വിറപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച വ്യക്തിപ്രഭാവം. രാഷ്ട്രീയത്തിന് അതീതമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ രശ്മി ടീച്ചർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടയായി ഇന്ന് നമുക്കൊപ്പം ഈ വേദി പങ്കിടുകയാണ്. കൊല്ലം ജില്ലയിലെ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സജീവമായ വ്യക്തിത്വമാണ് R രശ്മി. രാഷ്ട്രീയവും ഭരണപരവുമായ അനുഭവ സമ്പത്ത്, ജനപ്രതിനിധി എന്ന നിലയിൽ താഴെ പറയുന്ന പ്രധാന ചുമതലകൾ രശ്മി വഹിച്ചിട്ടുണ്ട്. കുളക്കട ഗ്രാമപഞ്ചായത്ത് അംഗം 2005 മുതൽ 2015 വരെ, 2015 മുതൽ 2025 വരെ കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ കലയപുരം ഡിവിഷനെ രശ്മി പ്രതിനിധീകരിച്ചു. നിലവിൽ 2ാം ഊഴം പൂർത്തിയാക്കുന്നു. വികസന പ്രവർത്തനങ്ങളിലും കാർഷിക വിദ്യാഭ്യാസ മേഖലകളിലും ശ്രദ്ധേയമായ ഇടപെടലുകൾ. നിയമസഭാ സ്ഥാനാർത്ഥിയായി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടി ശക്തമായ പോരാട്ടത്തിനൊടുവിൽ 10,814 വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആ മഹതി നരേന്ദ്രമോദിയുടെ ചിഹ്നമായ താമരയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കുടുംബത്തെ പറ്റി 2 വാക്ക്. കൊട്ടാരക്കര കുളക്കട സ്വദേശിയായ ഇവർ വൃന്ദാവനം വീട്ടിൽ താമസിക്കുന്നു. ഭർത്താവ് ശ്രീ അനന്തൻ തമ്പി, കുമാരി അലഖ R തമ്പി, മിസ്റ്റർ ജയന്ത് A എന്നിവരാണ് മക്കൾ. ദേശീയതയുടെയും വികസനത്തിന്റെയും പുതിയ പാതയിലേക്ക് ചുവടുവെക്കുന്ന പ്രിയപ്പെട്ട R രശ്മിയെ നമുക്ക് സ്വീകരിക്കാം.
അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ പി കെ കൃഷ്ണദാസ് ജിയാണ്. അതിനു മുന്നോടിയായി നമ്മളുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ഈസ്റ്റ് ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ നമ്മളെ ഒന്നാന്തരം രീതിയിൽ നമ്മളെ നയിക്കുന്ന രാജി പ്രസാദ് അവർകൾ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. താമരയിൽ അടിയുറച്ചു മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് നശിച്ച കൂടാരത്തിലേക്ക് ക്ഷണിച്ചതിന് ശക്തമായ മറുപടി നൽകിയ ധീരയായ രാജി പ്രസാദ് അവർകളെ അധ്യക്ഷ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിന്റെ ഉദ്ഘാടകൻ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവഹണ സമിതി അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട കൃഷ്ണദാസ് ജി, അതോടൊപ്പം തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരിയായിട്ടുള്ള ശോഭ ചേച്ചി, അതേപോലെ തന്നെ BJP-യിലേക്ക് ഇന്ന് സ്വീകരണം നൽകുന്ന ശ്രീമതി രശ്മി അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കൊല്ലം ഈസ്റ്റ് ജില്ലയെ സംബന്ധിച്ച് ഇന്ന് അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോലും നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആകൃഷ്ടരായി ഒട്ടനവധി പേരാണ് ഇന്ന് BJP-യിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ രാജ്യത്തിന്റെ വികസനം. നമുക്കറിയാം, രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ച നമ്മുടെ ഈ സംസ്ഥാനവുമായിക്കോട്ടെ അല്ലെങ്കിൽ കേന്ദ്രഭരണമായിക്കോട്ടെ, പക്ഷെ മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ രാജ്യത്തിന്റെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി പേർ, ഒരുപക്ഷെ ഇന്ന് CPM-ന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്ന് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ലക്ഷ്യത്തിന് തുടക്കം കുറിക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തുടക്കം കൂടിയാണ് ഇന്ന് നമ്മൾ ഈ പൊതുയോഗത്തിലൂടെ നടത്താൻ പോകുന്നത്. നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളെ സംബന്ധിച്ച് കൊല്ലം ഈസ്റ്റ് ജില്ലയിൽ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത്, അവിടുത്തെ നിയോജക മണ്ഡലത്തിന്റെയും അതേപോലെ തന്നെ പഞ്ചായത്തിന്റെയും ഒക്കെ പൂർണ്ണ സഹായത്തോടുകൂടി അവരുടെ വികസന പ്രവർത്തനങ്ങളുടെ, അതേപോലെ തന്നെ പൊതുസമൂഹത്തിൽ അവർ നൽകുന്ന പ്രവർത്തനത്തിന്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ആ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും അടക്കം നമുക്ക് ഏതാണ്ട് 5ഓളം ജനപ്രതിനിധികൾ, അതേപോലെ തന്നെ CPM-ന്റെ കടയ്ക്കൽ മേഖല, അല്ലെങ്കിൽ ഞങ്ങളുടെ ആധിപത്യത്തിലാണ് കടയ്ക്കൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോലും നമുക്കൊരു ജനപ്രതിനിധിയെ സൃഷ്ടിക്കാൻ സാധിച്ചത് വരാൻ പോകുന്ന നാളെയുടെ വലിയൊരു തുടക്കമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളെ സംബന്ധിച്ച് ഇനി വിശ്രമമില്ലാത്ത ജീവിതമാണ്. കാരണം നമുക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ നമുക്ക് ജനപ്രതിനിധികൾ ഉണ്ടാവണം. ആ ലക്ഷ്യത്തിനായിരിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകരും മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ആരാധനായ ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻജി. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിൽ മാത്രം നമ്മുടെ മണ്ഡലങ്ങളിൽ കാണുന്ന ഒരു വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. ആ കൊടിക്കുന്നിൽ സുരേഷ് MP-ക്ക് വേണ്ടുന്ന മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞു. എന്നിരുന്നാലും സ്വന്തം പാർട്ടിയിലുള്ള ഒരു വനിതയെ സംരക്ഷിക്കാത്ത കൊടിക്കുന്നില് BJP-യിലെ വനിതകളെ സംരക്ഷിക്കാൻ വരണ്ട എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം സ്വന്തം പാർട്ടിയിൽ എത്ര പട്ടികജാതിക്കാരെ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് കൊടിക്കുന്നിൽ സുരേഷിന് പറയാൻ സാധിക്കുമോ? കാരണം ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്, ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരുപക്ഷെ BJP എന്ന പ്രസ്ഥാനത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഒരു പട്ടികജാതിക്കാരിയായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ജില്ലാ അമരക്കാരിയായി നിൽക്കാൻ സാധിച്ചത്. അത് അഭിമാനത്തോടു കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്, സംഘപരിവാർ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾക്കൊരു വീഴ്ച വന്നാൽ, ഞങ്ങളുടെ പ്രവർത്തകർക്കൊരു വീഴ്ച വന്നാൽ അത് ഞങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഞങ്ങളെ തോളോട് തോൾ ചേർത്തിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രവർത്തനത്തിന് എന്നും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ആരാധനായ ദേശീയ നിർവഹണ സമിതി അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ് ജിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
ആദരണീയായ അധ്യക്ഷയും കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ അമരക്കാരിയുമായ ശ്രീമതി രാജി പ്രസാദ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉജ്ജ്വലയായ നേതാവും വീരാംഗനയും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കൻ വീരഗാഥയിലെ അഭിനവ ഉണ്ണിയാർച്ച കൂടിയായ ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന ദേശീയ കൗൺസിൽ അംഗവുമായ ശ്രീ ജി ഗോപിനാഥ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ മുൻ പ്രസിഡന്റും കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ പ്രഭാരിയുമായ പ്രത്യേക ചുമതലക്കാരനുമായ ശ്രീമാൻ ടി ആർ അജിത്, ബിജെപിയുടെ മുതിർന്ന നേതാവ് സംസ്ഥാന സമിതി അംഗം ശ്രീമതി ബി രാധാമണി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വെളവൂർക്കൽ സോമൻ, ശ്രീ ജയചന്ദ്രൻ, അതേപോലെ ശ്രീമാൻ എ ആർ അരുൺ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സമ്മന്നതരായ നേതാക്കളായ ശ്രീമാൻ അജിമോൻ, ശ്രീ വിളക്കുടി ചന്ദ്രൻ, ശ്രീ പാട്ടാഴി സുഭാഷ്, അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിമാനം നടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിദ്യ കരുവായം, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ ബൈജു ചെറുപൊയ്ക, ജില്ലാ വൈസ് പ്രസിഡന്റായ ശ്രീ എം ആർ സുരേഷ്, ശ്രീ പുത്തയം ബിജു, ശ്രീ ജോമോൻ കീർത്തനം, ശ്രീ ഉമേഷ് ബാബു, ശ്രീ മിനി ശിവരാമൻ, ശ്രീമതി എസ് പത്മകുമാരി, ശ്രീ ബൈജു തോട്ടശ്ശേരി, ശ്രീ കല്ലടദാസ്, ശ്രീ കെ ആർ രാധാകൃഷ്ണൻ, ശ്രീമതി അഡ്വക്കേറ്റ് രമാദേവി, ശ്രീമതി സീന ഉദയൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരായ നേതാക്കന്മാര്, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സവിശേഷവും ആവേശകരവുമായ സമ്മേളനത്തിന്റെ താരം എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് നേതാവ് ആർ രശ്മി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സമുന്നതരായ നേതാക്കളെ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമസ്കാരം. ഇന്ന് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ കൊട്ടാരക്കരയുടെ മണ്ണിൽ ഈ സായം സന്ധ്യയിൽ നടക്കുന്ന സമ്മേളനം നമ്മെ സംബന്ധിച്ച് ആവേശകരമാണ്, അതിനപ്പുറത്ത് ആത്മാഭിമാനമുള്ളതാണ്. ഇക്കാലമത്രയും കോൺഗ്രസിന്റെ ജനകീയ മുഖമായി ജനപിന്തുണയുള്ള സംസ്ഥാന നേതാവായിരുന്ന ശ്രീമതി ആർ രശ്മി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ദേശീയതയുടെ വികസനത്തിന്റെ രാഷ്ട്രീയമായ ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സായം സന്ധിയുടെ സവിശേഷത, പ്രത്യേകത. ഇത് ഒരു തുടക്കം മാത്രമാണ്. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ചെറിയ ചെറിയ ജൽപ്പനങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. ശ്രീമതി ആർ രശ്മി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുടെ ജൽപ്പനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ആർ രശ്മിയുടെ BJP പ്രവേശനം അത് കേവലം ഒറ്റപ്പെട്ടതല്ല. വരാനിരിക്കുന്ന നാളുകളിൽ കോൺഗ്രസിലെ പ്രഗത്ഭരായ പലരും രശ്മിയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. നോക്കൂ, ഇതേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായ VD സതീശന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ മുൻ പറവൂർ
ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീമതി വത്സല പ്രസന്നകുമാറും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിലെ ആയിരക്കണക്കിന് പ്രവർത്തകരും ജനപിന്തുണയുള്ള നേതാക്കന്മാരും അഴിമതിയുടെ കറമുരളാത്തവരും ആ പാർട്ടിയോട് വിട പറഞ്ഞുകൊണ്ട് BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു തുടക്കം മാത്രമാണ്. നാളെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ ഞെട്ടിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന പല രാഷ്ട്രീയ സംഭവങ്ങളും ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നു എന്നുള്ളത് ഞാൻ ആധികാരികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ഈ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. കേരളത്തിൽ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഗവൺമെന്റിനെതിരെ അതിശക്തമായ ജനവിരുദ്ധത, ജനരോഷം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്പോൾ അതിനോടൊപ്പം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്നുള്ള കൂട്ടരാജികൾ സൂചിപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഒരേ സമയത്ത് ഒരേപോലെ ഉണ്ടാവുക എന്നുള്ളത് രാഷ്ട്രീയ രംഗത്ത് അപൂർവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സാധാരണ ഉണ്ടാകാറില്ല. ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള ജനരോഷം മുഖ്യ പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടാവുകയാണ് പതിവ്. പക്ഷെ ഇവിടെ ഭരണപക്ഷത്തിനെതിരായ വികാരം ശക്തമാണ്. അതുപോലെ മുഖ്യ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വികാരവും ശക്തമായിരിക്കുന്നു. അതാണ് നിലവിലുള്ള കേരള രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ജനവിരുദ്ധ മുന്നണികളാണ് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ജനവിരുദ്ധ മുന്നണിയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും. ഈ ജനവിരുദ്ധ മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ ബദലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും. ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. ദേശീയ ജനാധിപത്യ സഖ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യാശ. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, മാറാത്തത് മാറും എന്നുള്ളത് കേവലം ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, ഇതാ ഭാവി രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്നതാണ്. മാറാത്തത് മാറും എന്നുള്ളത് രേഷ്മയുടെ രാജിയിലൂടെ BJP പ്രവേശനത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. മാറാത്തത് മാറുകയാണ്. അതിന്റെ ലക്ഷണമാണ് കാണുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങള് ഇടുക്കിയിൽ പോയിരുന്നു. 3 തവണ അരിവാഴ്ചിക നക്ഷത്രത്തിൽ ജനവിധി തേടി വിജയിച്ച CPMന്റെ MLA ആയ രാജേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നു. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് രാജേന്ദ്രൻ എന്ന് പറയുന്ന CPM നേതാവ്, 3 തവണ MLA ആയിരുന്ന രാജേന്ദ്രൻ BJPയിലേക്ക് കടന്നു വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നിപ്പോ NDAയുടെ കൂട്ടത്തിൽ ഇപ്പൊ എത്ര മുൻ കോൺഗ്രസ് MLA-മാരുണ്ട്. അൽഫോൺസ് കണ്ണന്താനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു, CPMന്റെ MLA ആയിരുന്നു, ഇന്ന് BJPയിലാണ്. കണ്ണൂർ ജില്ലയിലെ അബ്ദുള്ളക്കുട്ടി, അദ്ദേഹത്തിന് അത്ഭുതക്കുട്ടി എന്നും പറയാറുണ്ട്. ആ അബ്ദുള്ളക്കുട്ടി CPMന്റെ MP ആയിരുന്നു, MLA ആയിരുന്നു, ഇന്ന് BJPയിലാണ്. രാജേന്ദ്രൻ 3 തവണ CPM MLA ആണ്, ഇന്ന് BJPയിലാണ്. ഇത് മാത്രമല്ല, എത്രയെത്ര CPMന്റെ സഖാക്കളാണ് ഇന്ന് BJP പ്രവർത്തകരുടെ സുഹൃത്തുക്കളായിട്ട് മാറിയിരിക്കുന്നത്, സഹോദരന്മാരായിട്ട് മാറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും.
അതുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് ഈ രാജികൾ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോഴ് എനിക്ക് നിങ്ങളെ സ്ഥലം എം പിക്കെതിരായിട്ട്, അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരായിട്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികൾക്കും നേതാക്കന്മാർക്കെതിരായിട്ട് പലതും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നില്ല. കാരണം എങ്ങനെയാ പറയാ, എല്ലാ സോഷ്യൽ മീഡിയ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ ലോകസഭാംഗത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഇന്നത്തെ കോൺഗ്രസുകാർ, ഇന്നത്തെ CPM-കാർ, നാളത്തെ BJP-ക്കാരാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിപ്പോ പറയുന്നില്ല. നിങ്ങൾ നാളെ എന്നോട് ചോദിക്കില്ലേ, RSPയെ സ്വീകരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച യോഗത്തിൽ നിങ്ങൾ ഇന്നേ നേതാവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ നേതാവിനെയല്ലേ നിങ്ങളിപ്പോ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ പൊതുയോഗത്തിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും സമുന്നതരായിട്ടുള്ള ഒരു നേതാവിനെ കുറിച്ചും ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷെ പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-നെയും കോൺഗ്രസിനെയും ജനങ്ങൾ ഒരുപോലെ കാണുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് 68 വർഷക്കാലം കേരളത്തെ ഭരിച്ചു മുടിച്ച ഈ CPM-ഉം കോൺഗ്രസും നേതൃത്വം നൽകുന്ന മുന്നണികളെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ഐതിഹാസികമായ തീരുമാനം ജനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ മാറ്റം വേണമെന്ന് മലയാളികൾ ആഗ്രഹിക്കുകയാണ്. ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ നിങ്ങൾ ഓർക്കണം, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്, MP ഗോവിന്ദൻ മാഷ് പറയുന്നത് ഒരു നവകേരളത്തെ കുറിച്ച്. അതാണ് ഇവരുടെ യാത്രയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം, നവകേരളമാണ്. BD സതീശൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം എന്താ? പുതുയുഗമാണ്. പുതുയുഗം. ഈ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ആരാ? കേരളം രാഷ്ട്രീയമായി രൂപം കൊണ്ടിട്ട് 68 വർഷം പിന്നിട്ടു. ഇതിൽ 3 പതിറ്റാണ്ടിലധികം കേരളം ഭരിച്ച പാർട്ടിയാണ് CPM-ഉം കോൺഗ്രസും. 3 പതിറ്റാണ്ടിലധികം കേരളം വീതം വെച്ച് ഭരണം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇന്ന് നമ്മളോട് പറയുക, ഞങ്ങൾ നവയുഗം, പുതുയുഗം സൃഷ്ടിക്കും, നവകേരളം സൃഷ്ടിക്കും എന്ന്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം പറയണം, ഞങ്ങൾ ഇതേവരെ 3 പതിറ്റാണ്ട് കാലം ഭരണം നടത്തിയതിലൂടെ ഞങ്ങൾ നവകേരളമല്ല ഇതേവരെ സൃഷ്ടിച്ചത്, ഇരുണ്ട കേരളമാണ് സൃഷ്ടിച്ചത്, ഞങ്ങൾ പ്രാകൃത കേരളമാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ പറയണം. ഞാൻ ചോദിക്കട്ടെ, 3.5 പതിറ്റാണ്ട് കാലം ഭരണം നടത്തിയിട്ട് കോൺഗ്രസിനൊരു പുതുയുഗം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതല്ലേ VD സതീശന്റെ ഈ പുതിയ മുദ്രാവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? 3 പതിറ്റാണ്ടിലധികം കോൺഗ്രസ് നടത്തിയ കേരള ഭരണം പരാജയമാണ് എന്ന് പരസ്യമായി സമ്മതിക്കുകയല്ലേ ഈ നവയുഗം എന്ന മുദ്രാവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ മാർക്സിസ്റ്റ് പാർട്ടി നവകേരളത്തെ കുറിച്ച് പറയുന്നു. 3 പതിറ്റാണ്ടിലധികം കേരളം ഭരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങൾ അവസരം നൽകി. പക്ഷെ ഈ 3 പതിറ്റാണ്ടിലധികം ഭരണം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ ഇനി നവകേരളം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലൂടെ ഇതേവരെ 3 പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിനിടയിൽ ഞങ്ങൾക്കൊരു നവകേരളം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതല്ലേ നാം മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നു, 3 പതിറ്റാണ്ടിലധികം കേരളം ഭരിച്ചിട്ട് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കാത്ത പുതുയുഗവും നവകേരളവും ഇനി ഞങ്ങൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ
ഇത് വിശ്വസിക്കാൻ വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങളെന്ന് ചിന്തിക്കണം. മാത്രമല്ല ഇവര് ഈ നവകേരളം എന്ന പിണറായിയുടെ മുദ്രാവാക്യത്തിലൂടെ, പുതുയുഗമെന്ന VD സതീശന്റെ മുദ്രാവാക്യത്തിലൂടെ ഇവരുടെ മുൻകാല നേതാക്കന്മാരെ തള്ളിപ്പറയുകയാണ് അല്ലെ? VD സതീശൻ ഇനി ഞങ്ങൾ പുതുയുഗം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അത് കെ കരുണാകരനെ അപമാനിക്കുന്നതിന് തുല്യമാണ്, AK ആന്റണിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്, ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന തുല്യമാണ്. കേരളത്തിന് പുതുയുഗം സൃഷ്ടിക്കുന്നതിൽ എന്റെ പൂർവികരായിട്ടുള്ള കരുണാകരനും അക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിക്കും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കും പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയല്ലേ ഈ നവയുഗം എന്ന മുദ്രാവാക്യത്തിലൂടെ VD സതീശൻ ചെയ്യുന്നത്? നവകേരളം എന്ന മുദ്രാവാക്യത്തിലൂടെ പിണറായി വിജയൻ എന്താ ചെയ്യുന്നത്? ഏലംകുളം മനക്ക് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും അതേപോലെ തന്നെ EK നായനാരുടെയും ഭരണം പരാജയമായിരുന്നു. അവർക്ക് ഒരു നവകേരളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ ഈ പുതിയ നവകേരള മുദ്രാവാക്യത്തിലൂടെ പിണറായി വിജയൻ ചെയ്യുന്നത്? ഞാൻ സൂചിപ്പിക്കുന്നത് 6 പതിറ്റാണ്ടിലധികം നിങ്ങൾ നടത്തിയ ഭരണം ദയനീയമായി പരാജയമായിരുന്നുവെന്ന് നിങ്ങളിപ്പോ സമ്മതിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് അവസരം നൽകണമോ? ഇന്ന് നോക്കൂ നിങ്ങൾ, ഞാനൊരു വലിയ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. ഈ കേരളം എവിടെ എത്തി നിൽക്കുന്നു? ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത കേരളം, ഞങ്ങളുടെ മുദ്രാവാക്യം വിശ്വാസ സംരക്ഷണമാണ്, ഞങ്ങളുടെ മുദ്രാവാക്യം സുരക്ഷിത കേരളമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തിയില്ല? വികസനം എന്നുള്ളത് നിങ്ങളുടെ അജണ്ടയിലുണ്ടോ? വിശ്വാസം എന്നുള്ളത് നിങ്ങളുടെ അജണ്ടയിലുണ്ടോ? സുരക്ഷിതം എന്നുള്ളത് നിങ്ങളുടെ അജണ്ടയിലുണ്ടോ? 2 മുന്നണികളോടും CPM-ഓടും കോൺഗ്രസോടും ഞങ്ങൾ ചോദിക്കുകയാണ്. നോക്കൂ, ഇവർക്ക് വികസനത്തെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച്, ബിഷപ്പിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല. പക്ഷെ ചില കാര്യത്തിൽ ഇവർക്ക് തീരുമാനം എടുക്കാൻ ചില മണിക്കൂറുകളെ വേണ്ടു. കള്ളു കുടിക്കാൻ സമയം പോരാ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മദ്യം കഴിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തു. ഇപ്പൊ 10 മണി 12 മണിയായി ഉയർത്തി. എത്ര മണിക്കൂർ കൊണ്ടാ തീരുമാനം എടുത്തെന്ന് അറിയോ നിങ്ങൾ? 6 മണിക്കൂർ കൊണ്ടാ. 6 മണിക്കൂർ. പക്ഷെ ഒരു വികസനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, ബിഷപ്പിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല, വിശ്വാസത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മദ്യം കഴിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തതിന്റെ തീരുമാനം 6 മണിക്കൂർ കൊണ്ടെടുത്തു. എന്താ കാരണം? കാരണമുണ്ട്. എത്രയാ? ഈ തെരഞ്ഞെടുപ്പിന് വേണ്ട മുഴുവൻ ചെലവും മദ്യ മുതലാളിമാരിൽ നിന്ന്, ബാർ മുതലാളിമാരിൽ നിന്ന് മാർക്സിസ്റ്റ് നേതൃത്വം കൈപ്പറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം വന്നത്. പറയപ്പെടുന്നത് 100 കോടിയിലധികം രൂപയാണ് മാർക്സിസ്റ്റ് പാർട്ടി ബാർ മുതലാളിമാരിൽ നിന്നും അതുപോലെ മദ്യ മുതലാളിമാരിൽ നിന്നും കൈപ്പറ്റിയത്. അതിന്റെ തെളിവെന്താണെന്നറിയോ നിങ്ങള്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേൽക്കുമ്പോ കേരളത്തില് എത്ര ബാറുകളുണ്ടെന്ന് അറിയോ നിങ്ങള്? 100-ൽ താഴെ ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 100-ൽ താഴെ 29 ബാറുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ ബാറുകൾ എന്നറിയോ? 10 വർഷം പിന്നിടുമ്പോ 384 ബാറുകളാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 29 ബാറ് 384 ബാറായി ഉയർത്തിയതിന്റെ പിന്നിൽ കോടികളുടെ കോഴയാണ്, കോടികളുടെ കൈക്കൂലിയാണ്, കോടികളുടെ അഴിമതിയാണ് എന്ന് ആർക്കും സംശയമില്ല. മാത്രമല്ല, നിങ്ങൾ 2 മണിക്കൂർ മദ്യം കഴിക്കാൻ സമയം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ 30 ദിവസത്തേക്ക് എത്ര മണിക്കൂറായി? 60 മണിക്കൂർ. 60 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? നിങ്ങൾ നോക്കണം. ഒരു ദിവസം സാധാരണ ഈ ബാർ തുറന്നു വെക്കുന്നത് എത്ര സമയ പറയപ്പെടുന്നത്? 20 മണിക്കൂർ എന്നാണ്.
ഇപ്പൊ 3 ദിവസം കൂടുതൽ കിട്ടി എന്നുള്ളതാണ് ബാർ മുതലാളിമാർക്കുള്ള നേട്ടം. മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് കേരളത്തിൽ നിലനിൽക്കുന്നത് CPM-ഉം കോൺഗ്രസും നേതൃത്വം നൽകുന്ന പൂർവ്വ മുന്നണിയാണ്. എന്നാൽ ഇത് ശരിയാണ് എന്നിപ്പോ ഈ തീരുമാനത്തിലൂടെ മനസ്സിലാക്കുന്നു. എന്താ അറിയുന്നറിയോ? ശക്തമായ സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ ഭാഗത്ത് നിന്ന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു പ്രതിഷേധമുയർന്നപ്പോ കോൺഗ്രസിനും പ്രതികരിക്കേണ്ടി വന്നു. ആ സമയത്ത് നമ്മുടെ വകുപ്പ് മന്ത്രിയായ MP രാജേഷ് പറഞ്ഞത്, BD സതീശ, കൂടുതലൊന്നും പറയണ്ട, നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മദ്യം കഴിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തത്. എന്താ കാരണം? 100 കോടി രൂപയാണ് ഭരണപക്ഷം വാങ്ങിയതെങ്കിൽ 100 കോടി രൂപ പ്രതിപക്ഷത്തിനും കൊടുത്തു എന്നുള്ളത് ഇപ്പൊ നാട്ടിൽ പാട്ട. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ജനവിരുദ്ധ ഭരണപക്ഷം, ജനവിരുദ്ധ പ്രതിപക്ഷം. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ 2 മണിക്കൂർ മദ്യം കഴിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തതിന്റെ പേരിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും LDF-ഉം UDF-ഉം CPM-ഉം കോൺഗ്രസും 100 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു. മദ്യ മുതലാളിമാരുടെ, ബാർ മുതലാളിമാരുടെ ഈ പണത്തിൽ നിന്നാണ് BD സതീശന്റെ യാത്രയും CPM-ന്റെ യാത്രയും എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ ഇപ്പൊ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമുണ്ട്, ശബരിമല. നിങ്ങൾ നോക്കണം, ശബരിമലയില് ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് കോടിക്കണക്കിന് ആളുകള് ആരാധനാമൂർത്തിയായി കരുതുന്ന ശബരിമലയ അയ്യൻ, ആ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്തിൽ എന്താണ് ഇവർ കാണിച്ചത്? ഇപ്പൊ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ചത്. ദ്വാരപാലക ശില്പത്തിന്റെ കാര്യത്തിലായാലും, കട്ടിളപ്പാളിയുടെ കാര്യത്തിലായാലും, ഇനി മറ്റു പാളികളുടെ കാര്യത്തിലായാലും അവിടുത്തെ സ്വർണം, അയ്യപ്പന്റെ സ്വർണം മുഴുവൻ പ്രിയമുള്ളവരെ കടത്തിക്കൊണ്ടുപോയില്ലേ? മാത്രമല്ല, അയ്യപ്പന്റെ സ്വർണം എന്ന് പറയുമ്പം ദ്വാരപാലക ശില്പം മാത്രമല്ല, കട്ടിളപ്പാളി മാത്രമല്ല, വാതിൽപ്പാളി മാത്രമല്ല, അവിടുത്തെ കൊടിമരം നിർമ്മിച്ചതിൽ പോലും, അതിനുപയോഗിച്ച സ്വർണം പോലും ഇവർ കവർച്ച നടത്തി, കൊള്ള നടത്തി എന്നുള്ളതാണ് പുതിയ വസ്തുത. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ഉത്തരവാദികൾ ആരായി ഗൂഢാലോചനയിൽ പങ്കെടുത്തത്? തന്ത്രിയാണോ മന്ത്രിമാരാണോ? ഇപ്പോ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. പക്ഷെ കോടതി ഒടുവിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങൾ അന്നേ നിലപാട് വ്യക്തമാക്കി, ഞങ്ങൾ ആരെയും, ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആരെയും സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല. നിയമത്തിന്റെ വഴിക്ക് പോകണം, ഇതാ ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു, തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതായത് മന്ത്രിമാരെ SIT ചോദ്യം ചെയ്തു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. മന്ത്രിയെ ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്തത് തന്ത്രിയെയാണ്. അതെങ്ങനെയാ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ കൊല്ലത്തെ വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു, ഈ തന്ത്രിയുടെ പേരിൽ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താ? CPM-ന്റെ രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മാത്രല്ല, നിങ്ങൾ ഓർക്കണം, ശബരിമലയിലെ ഇളകുന്ന മുതലും ഇളകാത്ത മുതലും സംരക്ഷിക്കാൻ നിയമപരമായി ഉത്തരവാദപ്പെട്ടവരാരാ? ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രി, ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ. തന്ത്രിക്ക് എന്താ അധികാരം? അവിടുത്തെ ആചാരത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് തന്ത്രിക്ക് അധികാരം. ആചാരങ്ങളെ കുറിച്ച് അന്തിമമായ തീരുമാനം കൈക്കൊള്ളേണ്ട തന്ത്രിയാണ്. പക്ഷേ ശബരിമലയിലെ
യാവര ജംഗമ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ നിയമപരമായ അധികാരം ദേവസ്വം ബോർഡ് നിക്ഷിപ്തമാണ്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ പണ്ടവും പണവും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനുമല്ലേ? തന്ത്രിക്കെന്താ? ആകെ തന്ത്രിയെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? ഈ ദ്വാരപാലക ശില്പം കടത്തിക്കൊണ്ടു പോകുമ്പോ തന്ത്രി അയ്യപ്പന്റെ അനുവാദം വാങ്ങിയിട്ടില്ല എന്നാ. ഈ അയ്യപ്പന്റെ അനുവാദം തന്ത്രി വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഏമാമ്മമാർക്ക്, ഈ SITക്ക് എങ്ങനെ മനസ്സിലായി? അയ്യപ്പനോട് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ നോക്കണം, എത്ര ബാലിശമാണ് ആരോപണം. അതായത് ഓർക്കേണ്ടതായിട്ടുള്ളൂ നിങ്ങൾ. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പം വീണ്ടും സുപ്രീം കോടതിയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് അന്നെന്താ സുപ്രീം കോടതി അഫിഡവിറ്റ് കൊടുത്തത്? അതായത് യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ട് ആചാര ലംഘനത്തിലൂടെ കേരളത്തിൽ ഒരു നവോത്ഥാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന മാർക്സിസ്റ്റ് പാർട്ടിയും LDFും കരുതിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അഫിഡവിറ്റ് കൊടുത്തു, സത്യവാങ്മൂലം കൊടുത്തു. അതിന്റെ പേരിലാണ് പ്രിയമുള്ളവരെ ശബരിമലയിൽ 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയത്തിൽ നൊമ്പരമേ നൽകിക്കൊണ്ട് ആ ഫാത്തിമ രഹനയെ പോലെയുള്ള, അമ്മണിയെ പോലെയുള്ള പലരെയും പോലീസ് വേഷം അണിയിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറായത്. അന്ന് യുവതീ പ്രവേശനം നടന്ന ദിവസം ശബരിമല നടയടക്കാൻ നിർദ്ദേശം നൽകിയ ആളായിരുന്നു ശബരിമല തന്ത്രി രാജീവരൂർ കണ്ഠരര്. അതിന്റെ പകയാണ്, വിദ്വേഷമാണ് ഇന്നവർ വീട്ടിയത് തന്ത്രിയുടെ അറസ്റ്റിലൂടെ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവർക്ക് മോഷ്ടിക്കാനുള്ള, അവർക്ക് കവർന്നെടുക്കാനുള്ള കേന്ദ്രം ഹിന്ദുക്കളുടെ അമ്പലവും ഹിന്ദുക്കളുടെ ക്ഷേത്രവും മാത്രമാണ്. നിങ്ങൾ നോക്ക്, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാ തട്ടിപ്പുകൾക്കും, എല്ലാ കൊള്ളയ്ക്കും, എല്ലാ കൊള്ളിവെപ്പിനും, എല്ലാ അഴിമതിയും അവർ തെരഞ്ഞെടുക്കുന്ന ഹിന്ദു ക്ഷേത്രങ്ങളെയാണ്, ശബരിമലയെയാണ്. ഇപ്പോഴത്തെ ഈ സ്വർണം കവർന്ന കേസില് CPMന്റെ സമന്നതരായിട്ട് 2 നേതാക്കന്മാർ ജയിലിലുണ്ടായിരുന്നല്ലോ, പത്മകുമാർ, വാസു. മാർക്സിസ്റ്റ് പാർട്ടി സാധാരണ നമ്മൾ പറയാറെന്താ? എന്തെങ്കിലും ഒരു സഖാവ് തെറ്റ് ചെയ്താൽ ഞങ്ങൾ അന്വേഷിക്കും, കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഞങ്ങൾ അവരെ പുറത്താക്കും, തരം താഴ്ത്തും എന്നൊക്കെയാ പറയാറ്. ഞാൻ ചോദിക്കട്ടെ, SIT, നിങ്ങൾ നിശ്ചയിച്ച SIT ശബരിമലയിലെ സ്വർണം കടത്തില്, സ്വർണ്ണ കൊള്ളയില് പങ്കുണ്ട് എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ CPM നേതാക്കളായ പത്മകുമാറിനെയും N വാസുവിനെയും അറസ്റ്റ് ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അവരെ പേരിൽ എന്താ പാർട്ടി നടപടിയെടുക്കാതിരുന്നത്? ഇന്നും അവർ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാ, മാർക്സിസ്റ്റ് നേതാക്കള്. അതിന്റെ അർത്ഥം എന്താ? ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ, സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ അത് CPM നേതൃത്വത്തിന്റെ അനുമതിയോടും അനുവാദത്തോടും കൂടിയാണ് എന്ന് വളരെ വ്യക്തമല്ലേ പ്രിയമുള്ളവരെ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള മുഴുവൻ നടത്തിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല പങ്ക്, മറിച്ച് നിങ്ങൾ നോക്കുക, അവിടെ സ്വർണം കടത്താൻ, സ്വർണം കൊള്ളയടിക്കാൻ കൂട്ടുനിന്നത് ആരായിരുന്നു? നേതൃത്വം കൊടുത്തത് ആരാ? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയ. ഈ പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാ? ഈ പോറ്റി വളർത്തിയത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വമാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. ഈ പോറ്റി ആരുടെ കൂടെയൊക്കെയാ നിന്ന് ഫോട്ടോ എടുത്തത്? ആ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ ഫോട്ടോ. പോറ്റിയുടെ വീട്ടിൽ അടുക്കളയിൽ പോലും മന്ത്രി പോയിട്ടുണ്ട്. എന്ത് ബന്ധമാ നിങ്ങൾ നോക്ക്. ആ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്തിൽ നിന്നും നട തുറന്നാൽ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇപ്പം മന്ത്രിയായിരുന്ന വാസവനും ശബരിമല നട തുറന്നാൽ കൈ കൂപ്പില്ല, കൈയും കെട്ടി നിൽക്കും. വിശ്വാസമില്ല, അയ്യപ്പനിൽ വിശ്വാസമില്ല. വിശ്വാസത്തിനെതിരാണ് ഇവര്, വിശ്വാസികൾക്കെതിരാണ് ഇവര്.
പക്ഷേ അയ്യപ്പനിൽ വിശ്വാസമില്ലെങ്കിലും, ക്ഷേത്രത്തിൽ വിശ്വാസമില്ലെങ്കിലും അയ്യപ്പന്റെ സ്വർണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പോറ്റി വേറെ ആരുടെ കൂടെയാ? സോണിയാഗാന്ധിയുടെ കൂടെയാ പോറ്റി. UDF കൺവീനറായിട്ടുള്ള ആരാ? നിങ്ങളുടെ അടൂർ പ്രകാശിന്റെ കൂടെ പോറ്റി. ആന്റണി എന്ന പത്തനംതിട്ടയിലെ കോൺഗ്രസ് MP-യുടെ കൂടെയാണ് പോറ്റി. ഞാൻ സൂചിപ്പിച്ചത് പോറ്റിയെ പോറ്റി വളർത്തിയത്, ശബരിമലയിലെ സ്വർണം കവർന്നെടുത്ത കാത്തുകള്ളനായ പോറ്റിയെ പോറ്റി വളർത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കോൺഗ്രസ്സാണ്. പക്ഷെ നോക്കൂ, മാർക്സിസ്റ്റുകാരും കോൺഗ്രസും കൊള്ളയടിക്കാൻ ക്ഷേത്രം മാത്രമേ ഉപയോഗിക്കുന്നത്. മറ്റൊരു ദേവ ആരാധനാലയത്തിലും അവർ തൊടില്ല, തൊടാൻ പാടില്ല. നമ്മുടെ അഭിപ്രായം ഹിന്ദു ദേവാലയമായാലും ക്രിസ്ത്യൻ ദേവാലയമായാലും മുസ്ലിം ദേവാലയമായാലും രാഷ്ട്രീയക്കാർ, ഭരണകൂടം ഇടപെടരുത് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഇവിടെ ഹിന്ദുക്കൾ ആരാധനാലയം മാത്രം സർക്കാർ ഏറ്റെടുക്കുകയും അവിടെ നിന്നും സ്വർണവും പണവും മോഷ്ടിക്കുകയും കവർന്നെടുക്കുകയും ചെയ്യുന്ന രീതിയല്ലേ കേരളത്തിൽ നിലനിൽക്കുന്നത്? ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തുല്യരല്ലേ? ഞാൻ ചോദിക്കുന്നത്, എന്ത് ക്രിസ്ത്യാനികൾക്കെതിരായ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ, മുസ്ലിം ആരാധനാലയങ്ങൾ, അതേ മതക്കാരും വിശ്വാസികളുമാണ് അതിന്റെ ഭരണം നടത്തുന്നതെങ്കിൽ ഇത് ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതല്ലേ എന്ന സാമാന്യമായ ചോദ്യം ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുകയാണ്. മതേതരത്വം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കൊരു നീതി, ക്രിസ്ത്യാനികൾക്കൊരു നീതി, ഹിന്ദുക്കൾക്കൊരു നീതി എന്നുള്ളതല്ല. എല്ലാ മതക്കാർക്കും ഒരേ നീതി എന്നുള്ളതാണ് മതേതരത്വമെങ്കിൽ എന്താണ് ഹിന്ദുക്കളോട് ഈ വിവേചനം? ഇതിനെക്കുറിച്ചുള്ള ഉത്തരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സുപ്രീം കോടതി ചോദിച്ചു രണ്ട് പ്രസക്തമായ ചോദ്യം. എന്താണെന്നറിയോ? ഇനി ശബരിമലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഏത് സുപ്രീം കോടതി? ഇനി ശബരിമലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? പരാമർശം സുപ്രീം കോടതി നടത്തിയത് തട്ടുകടയേക്കാൾ ശബരിമല തരംതാണിരിക്കുന്നു. ലോകത്തിലെ കോടിക്കണക്കിന് വിശ്വാസികൾ ആരാധനാമൂർത്തിയായി കാണുന്ന ഭഗവാൻ അയ്യപ്പന്റെ സന്നിധാനത്തെ കുറിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞത് തട്ടുകടയേക്കാൾ തരം താഴ്ത്തിയിരിക്കുന്നു. ആര്? ഈ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ഇനി എന്തെങ്കിലും അവിടെ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചത് പിണറായി വിജയനോട് മാത്രമല്ല, VD സതീശനോടും കൂടിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ജനവിരുദ്ധ ഭരണപക്ഷമാണെങ്കിൽ ജനവിരുദ്ധ പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ പറയുന്നു, ആരാണ് ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചത്? ആരാണ് കവർന്നത്? എത്ര കിലോ സ്വർണമാണ് ഭഗവാന്റെ നിങ്ങൾ കവർന്നെടുത്തത്? അത് കണ്ടെത്തണ്ടേ? ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തത്? അത് ഈ പിണറായി വിജയന്റെ പോലീസിന്റെ അന്വേഷണത്തിലൂടെ സാധിക്കുമോ? ഇല്ല. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയനും VD സതീശനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ സ്വർണമോഷണം, സ്വർണക്കൊള്ള, അതിനെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് കൈമാറാൻ ആവശ്യപ്പെടുമോ? മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ CBIക്ക് അന്വേഷണം കൈമാറുമോ? ഇല്ല. എന്താ കാരണം? CBI അന്വേഷിച്ചാൽ, പ്രിയമുള്ളവരെ, ഞാൻ ഈ ചരിത്രം ഉറങ്ങുന്ന ഈ കൊട്ടാരക്കരന്റെ മണ്ണിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് കേരളത്തിൽ അധികാരം ലഭിച്ചാൽ ഈ വിഷയത്തെ കുറിച്ച് CBI അന്വേഷിക്കും. മാത്രമല്ല, കോൺഗ്രസ് മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കയ്യിൽ കയ്യാമം വെച്ചുകൊണ്ട് ജയിലിലേക്ക് അയക്കും. യാതൊരു സംശയവും വേണ്ട. ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച CPM കോൺഗ്രസ് നേതാക്കന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ തയ്യാറാകില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഈ ശബരിമല വിഷയത്തിൽ ഞങ്ങൾ വീണ്ടും പറയുന്നു, അന്ന് കൊടുത്ത സത്യവാങ്മൂലം ഈ ഗവൺമെന്റ് പിൻവലിക്കണം. ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. മാർച്ച് 14-ാം തീയതി വീണ്ടും കേസ് വരികയാണ്. പുതിയ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ കൊടുക്കണം. നമ്മുടെ അഭിപ്രായം, NDAയുടെ അഭിപ്രായം, കോടാനുകോടി ഭക്തജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, ആചാരം സംരക്ഷിക്കാൻ ഉതകുന്ന പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ, സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ്
BJPയുടെ NDAയുടെ അഭിപ്രായം. പക്ഷെ ഇക്കാര്യത്തിൽ ഇതുവരെ CPM-ഉം സംസ്ഥാന സർക്കാരും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് വ്യക്തമാക്കാത്തത്? മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാന സർക്കാരും പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റി എന്ന ലിംഗസമത്വം. അതുകൊണ്ടാണ് യുവതികളെ ഞങ്ങൾ ശബരിമലയിലേക്ക് കയറ്റണം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വാദത്തിന് വേണ്ടി സമ്മതിക്കാം, ഇത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ? കേരളത്തിലെ 90% മുസ്ലിം പള്ളികളില് പ്രിയമുള്ളവരെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ശബരിമല യുവതികൾക്ക് മാത്രമാണ് പ്രവേശനം നിഷേധിച്ചത് ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ. മുസ്ലിം പള്ളികളിൽ യുവതികൾക്കേ പ്രവേശനമില്ല. 90%. ചില പള്ളികളിൽ പ്രവേശനമുണ്ട്, സമ്മതിക്കുന്നു. BJPയുടെ NDA അഭിപ്രായം എന്താ? മുസ്ലിം ആചാരത്തിനനുസരിച്ച് ആ പള്ളിയിൽ അതിന് ചടങ്ങുകൾ നടക്കണം. ക്രിസ്ത്യൻ ആചാരത്തിനനുസരിച്ച്, വിശ്വാസത്തിനനുസരിച്ച് ചർച്ചിലെ ചടങ്ങുകൾ നടക്കണം. ഇത് അഭിപ്രായം ഞങ്ങൾക്ക്. മാത്രമല്ല, ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ വിശ്വാസം, ആചാരം സംരക്ഷിക്കത്തക്ക രീതിയിലാണ് ചടങ്ങുകൾ നടക്കേണ്ടത്. ഇപ്പോ ശബരിമലയിൽ ജെൻഡർ ഈക്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ലിംഗസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാത്തിമ രഹനയെയും അമ്മണിയെയും ഒക്കെ പോലീസ് അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനത്തിലെത്തിച്ച ബഹുമാനപ്പെട്ട കാരണഭൂതനായ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ ഏതെങ്കിലും സുമയെയോ സുരയെയോ പോലീസ് അകമ്പടിയോട് കൂടി കയറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ അവിടെയും കയറ്റണ്ടേ? അപ്പോഴറിയാം മതേതരത്വത്തിന്റെ പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോയിട്ട് സുന്നി സമസ്തയുടെ സമ്മേളനത്തിൽ പോയി പിണറായി വിജയനും VD സതീശനും പ്രസംഗിച്ചതെന്താ? നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം. ഇത് മുസ്ലിം സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച VD സതീശനും പിണറായി വിജയനും എന്തുകൊണ്ടാണ് ശബരിമലയുടെ കാര്യത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇവർ തമ്മിൽ അടിസ്ഥാനപരമായ യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് മാത്രമല്ല, ശബരിമലയുടെ കാര്യത്തിൽ ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികളോടൊപ്പം, അയ്യപ്പ വിശ്വാസികളോടൊപ്പം, അവരെ വിശ്വാസം സംരക്ഷിക്കാൻ ഏതറ്റവും പോകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങള് ശബരിമല വിഷയം വന്നപ്പോ ഈ ഇരിക്കുന്ന എൻ്റെ അമ്മമാരും സഹോദരിമാരും ഉണ്ട്, ഈ ഇരിക്കുന്ന സഹോദരന്മാരുണ്ട്, ഇതിലിരിക്കുന്ന ബഹുഭൂരിപക്ഷവും അന്ന് നാമസങ്കീർത്തന യാത്രയിൽ, ഘോഷയാത്രയിൽ പങ്കെടുത്തവരാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചിരുന്നു. മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. നോക്കൂ, എത്ര കേസാന്ന് ചോദിക്കും. 125-ൽ പരം കേസാ. വനിതയായിട്ടുള്ള BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ പേരിൽ മാത്രമല്ല, ഈ സ്റ്റേജിലിരിക്കുന്ന രാജീവ് പ്രസാദും എല്ലാവരുടെയും പേരിൽ എത്രയെത്ര കേസുകളാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു പോലീസുകാരൻ വന്നിട്ട് എന്തോ ഒരു രേഖ പതിച്ചു എൻ്റെ വീടിൻ്റെ ചുമരിൽ. എൻ്റെ വീട് തലശ്ശേരിയാണ്, മാന്നാർ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. ഞാനതിൻ്റെ സവൻസ് വായിച്ചു നോക്കി. കൊടും കുറ്റം നടത്തിയെന്ന കേസ്, കൊടും കുറ്റം. അപ്പൊ ഞാൻ 3-ാം പ്രതിയാ, കൊടും ക്രിമിനലായ ഞാൻ 3-ാം പ്രതി. പക്ഷെ ഞാൻ നോക്കി, എന്നേക്കാൾ കൊടും ക്രിമിനലായ 2 പ്രതികളുണ്ടല്ലോ, 1-ാം പ്രതിയും 2-ാം പ്രതിയും. അതാരാന്ന് അന്വേഷിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് 1-ാം പ്രതി 97 വയസ്സ് കഴിഞ്ഞ O രാജഗോപാൽ, കൊടും ക്രിമിനൽ, പിണറായി വിജയന്റെ കണ്ണിൽ. 2-ാം പ്രതി ആരാന്ന് അറിയോ നിങ്ങൾ? മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മരൻ രാജശേഖരനാണ് 2-ാമത്തെ കൊടും ക്രിമിനൽ. 4-ാമത്തെ കൊടും ക്രിമിനൽ K. സുരേന്ദ്രൻ. അങ്ങനെ നീണ്ടുപോകുന്നു ആ പ്രതിപട്ടിക. കേരളത്തിലെ 10,000-കണക്കിന് വിശ്വാസികളുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തില്ലേ? ഞങ്ങൾ എന്താ ചെയ്ത തെറ്റ്? നാമസങ്കീർത്തന യാത്രയിൽ പങ്കെടുത്തു,
സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് വിളിക്കുന്നത് ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കി കേസ് രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ്. പ്രിയമുള്ളവരെ, ഈ കേരളത്തിൽ നാമജപം ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പേരിൽ ചുമത്തപ്പെട്ട കേസിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇതിന് മാറ്റം വേണ്ടേ? കേരളത്തിൽ നാമജപം ചെയ്യിക്കാൻ സാധ്യമല്ലേ? അത് ക്രിമിനൽ കുറ്റമാണോ? നോക്കൂ, നമ്മുടെ കൊട്ടാരക്കര ഗണപതിയെ കുറിച്ച് എന്താ നമ്മുടെ സ്പീക്കർ പറഞ്ഞത്? മിത്താന്നാ. മിത്ത് മിത്താണെന്നാ പറഞ്ഞത്. ഇതൊന്നും അർത്ഥമില്ലെന്നാ. നമ്മൾ രാവിലെ പോയിട്ട് തൊഴുന്നില്ലേ ഭഗവാൻ, ഗണപതി ഭഗവാനെ തൊഴുന്നില്ലേ? സ്പീക്കർ പറഞ്ഞത് മിത്താന്നാ. ഇക്കാര്യം MV ഗോവിന്ദനോട് ചോദിച്ചു, CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു. സ്പീക്കർ പറഞ്ഞ അഭിപ്രായത്തോട് കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഗണപതി ഭഗവാൻ മിത്താണെന്ന് പറഞ്ഞ സ്പീക്കർ അഭിപ്രായത്തെ കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? ഗോവിന്ദൻ മാഷ് പറഞ്ഞു, അത് മിത്ത് തന്നെയാണെന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഹിന്ദു ദേവതയായ ഗണപതി ഭഗവാനെ മിത്താണെന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു, CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു, സ്പീക്കർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സ്പീക്കർ തന്റെ സ്വന്തം മതത്തിലെ ദൈവത്തെക്കുറിച്ച്, ആരാധനാമൂർത്തിയെക്കുറിച്ച് ഇതുപോലെ മിത്തെന്ന പ്രയോഗം നടത്താൻ തയ്യാറാകുമായിരുന്നു? അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ഈ കേരളം എന്താകുമായിരുന്നു? ഇതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത്, ഈ ഹൈന്ദവ സമൂഹത്തിന് നേരെ എന്ത് കുതിരകയറ്റവും നടത്താമെന്നല്ലേ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതൊന്നും മറക്കില്ല, മറന്നു പോകില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ 68 കൊല്ലക്കാലം CPM-ഉം കോൺഗ്രസും മാറി മാറി ഭരിച്ചില്ലേ? ഇവരെന്താ കേരളത്തിൽ നേടിക്കൊടുത്തത്? എന്റെയും നിങ്ങളുടെയും വീട്ടിലെ കുട്ടികള്, അവരോട് ചോദിച്ചു നോക്ക്, വിദ്യാഭ്യാസത്തിന് എവിടെ പോകണം? ഒന്നുമില്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോകണം, അന്യ രാജ്യത്ത് പോകണം. തൊഴിലിന് വേണ്ടി എവിടെ പോകണം? അന്യ രാജ്യത്ത് പോകണം. പ്രിയമുള്ളവരെ, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അന്യ സംസ്ഥാനത്തിലാണ്, അന്യ രാജ്യത്താണ്. കേരളത്തിലെ യുവാക്കന്മാർ, വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒഴുകുന്നു. കേരളം വൃദ്ധ കേരളമായി മാറുകയാണ്. യുവ കേരളം എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ചെറുപ്പക്കാർ വഴിയാധാരമായി മാറുന്നു. തൊഴിലില്ലായ്മ പ്രശ്നം രൂക്ഷമാണ്. വികസനം എവിടെയാ? ഒരിടത്തും വികസനമില്ല. പ്രിയമുള്ളവരെ, കേരളത്തിലെ ധനമന്ത്രിയാണ് നിങ്ങളുടെ മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് കേരളത്തിലെ ധനകാര്യമന്ത്രി. നമ്മുടെ ധനകാര്യ ഖജാനാവിന്റെ അവസ്ഥ എന്താ? ഇവർക്ക് നമ്മുടെ നേതാക്കന്മാരൊക്കെ സിനിമ കാണുന്നവരാ, പഴയ സിനിമ. ഈ മുന്നിലിരിക്കുന്ന പല ആളുകളും പഴയ കാലത്ത് സിനിമ കണ്ടവരായിരിക്കും. അതിൽ ഒരു സിനിമയിൽ, ആ സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല, ബഹദൂർ പാട്ടും പാടി നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാട്ട് എന്താണെന്നറിയോ? രണ്ടുപേരും എനിക്ക് ഓർമ്മയുണ്ട്. നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസയില്ല. ഇതിപ്പാരാ പാടുന്നറിയോ? ബഹദൂറല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ധനമന്ത്രിയായ ബാലഗോപാലും ഇപ്പൊ നൃത്തം ചെയ്തുകൊണ്ട് പാടുകയാണ്, നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസയില്ല. ആകെ കേരളം മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി കൊടുത്ത കാശ് കൊണ്ടാണ് എന്ന് വസ്തുതയാണ്. പ്രിയമുള്ളവരെ, ഖജാനാവ് കാലിയായി. സാമ്പത്തിക രംഗം തകർന്നിരിക്കുന്നു, കാർഷിക മേഖല തകർന്നിരിക്കുന്നു, വ്യാവസായിക രംഗം തകർന്നിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും കേരളം തകർച്ചയുടെ നെല്ലിപ്പടിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതാരാ ഉത്തരവാദി? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യ മുഴുവൻ വികസിക്കുകയാണ് പ്രിയമുള്ളവരെ. പക്ഷെ കേരളം മാത്രം തകരുന്നു. അതിന് കാരണം ഇവിടുത്തെ ഇന്നലെ വരെയുള്ള കോൺഗ്രസ് ഭരണവും ഇന്ന് ഭരണം നടത്തുന്ന CPM-ന്റെ ഭരണവുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നു, 10 വർഷം മുമ്പ് എന്താ LDF പറഞ്ഞത്? LDF വന്നാൽ എല്ലാം ശരിയാകുന്ന. ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നു, LDF വന്നു, 10 വർഷത്തിനുള്ളിൽ എല്ലാം ശരിയായോ? ഈ ചോദ്യമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചോദിക്കുന്നത്. കേരളത്തിലെ യുവാക്കന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളെ കരങ്ങളിൽ തൊഴിലെത്തിയോ? 30 ലക്ഷം ചെറുപ്പക്കാർ പറയും ഞങ്ങളുടെ കയ്യിൽ തൊഴിലെത്തിയിട്ടില്ല. LDF വന്നു, ശരിയായില്ല. ഞാൻ ചോദിക്കട്ടെ, ആശാ വർക്കർമാര് ഒരു കൂലിക്കൂടുതലിന് വേണ്ടിയിട്ട്
മഴയത്തും വെയിലത്തും സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തി. ഒരു 100 രൂപ ഒരു ദിവസം അവർ കൂട്ടിക്കൊടുത്തോ? ഇല്ല. ആശാവർക്കന്മാർ പറയും LDF വന്നു, ഒന്നും ശരിയായില്ല. ഈ നാട്ടിലെ കർഷകർ പറയും LDF വന്നു, ഒന്നും ശരിയായില്ല. ഈ നാട്ടിലെ പാവപ്പെട്ടവർ ധർമാശുപത്രി, സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർ, പാവപ്പെട്ടവർ പറയും LDF വന്നു, ഒന്നും ശരിയായില്ല. നോക്കൂ, ഇപ്പോ ഈ 10 വർഷത്തിനിടയിൽ എന്താ ആരോഗ്യ മേഖല എന്താ സംഭവിച്ചെന്നറിയോ നിങ്ങള്? പണ്ട് സിസേറിയൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ എന്ന് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ പോയി ഓപ്പറേഷൻ നടത്തിയാൽ ഒരു കത്രിക ഫ്രീ ആയിപ്പോ. ഒരു കത്രിക ഫ്രീയാ. എന്നിട്ടോ 5 കൊല്ലോ 10 കൊല്ലോ 50 കൊല്ലം വെച്ചാലും കുഴപ്പമില്ല എന്നാ പറയുന്നത്. ഇതൊരു സംഭവമല്ല, നിരന്തരമായി ഇതേ സംഭവം നടക്കുകയാണ്. എന്താണ് ആരോഗ്യ മേഖല? വെന്റിലേറ്ററിലാണ് ആരോഗ്യ മേഖല. ഒരു സാധാരണക്കാരന് സർക്കാർ ആശുപത്രിയെ സമീപിക്കാൻ സാധ്യമല്ല. എല്ലാ രംഗത്തും പരാജയം. അപ്പൊ സാധാരണക്കാർ പറയും LDF വന്നു, ശരിയായില്ല എന്നുള്ളതാണ്. അവിടെ ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട്. LDF വന്നു, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. എല്ലാം ശരിയായോ എന്ന ചോദ്യത്തിന് മലയാളികൾ ഉത്തരം പറയും ഒന്നും ശരിയായില്ല, ഒന്നും ശരിയായില്ല എന്ന് ജനങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 2 മുന്നണികൾക്കുമെതിരെ, മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ ഒരു ജനകീയ ബദൽ, വികസനം, രാഷ്ട്രീയം ഈ കേരളത്തിൽ ഉയർന്നു വരണം. വിശ്വാസം സംരക്ഷിക്കണം. അതുപോലെ നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും, UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്താകില്ല, കേരളത്തിന്റെ തലസ്ഥാനം മലപ്പുറത്താകും. VD സതീശൻ ഇപ്പൊ മുസ്ലിം ലീഗിനോടൊപ്പം മാത്രമല്ല, ദേശവിരുദ്ധ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പമാണ്. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയല്ല, അവർ മതരാഷ്ട്രം അംഗീകരിക്കുന്നില്ല. ഇതാണ് VD സതീശൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു, എന്താ? ഞങ്ങൾ മതരാഷ്ട്രം തന്നെയാണ് ഞങ്ങൾ ആത്യന്തികമായ ലക്ഷ്യം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നിയന്ത്രിക്കുന്നുണ്ടാവുക നമ്മുടെ സുരക്ഷ എവിടെയാ പ്രിയമുള്ളവരെ? തീർച്ചയായും ഒരു സുരക്ഷിത കേരളം, വികസിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നിവ യാഥാർത്ഥ്യമാകണമെങ്കിൽ മാർക്സിസ്റ്റ് മുക്ത, കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാകണം. ആ മാർക്സിസ്റ്റ് മുക്ത, കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി വോട്ട് ചെയ്യാനും ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കാനും ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറാകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി വികസിത കേരളത്തിന് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷിത കേരളത്തിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. ഇതിന്റെ സൂചനയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവ് ശ്രീമതി R. രശ്മി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അല്പമെങ്കിലും അഭിമാനമുള്ള കോൺഗ്രസുകാർ ആ പാർട്ടിക്കകത്ത് അവശേഷിക്കുന്നുവെങ്കിൽ ആ രശ്മിയുടെ പാത സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്. ആ പാത സ്വീകരിക്കാൻ എല്ലാ കോൺഗ്രസുകാരും തയ്യാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വികസിത കേരളത്തിന് വേണ്ടി പ്രിയമുള്ളവരെ, നമുക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാം, ജനങ്ങളെ ബോധ്യപ്പെടുത്താം, ബോധവൽക്കരിക്കാം. ഈ കേരളത്തിൽ ഒരു പുതിയ ഭരണകൂടം, ഇരട്ട എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ എന്റെ സഹപ്രവർത്തകന്മാർ, നാട്ടുകാർ തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്റെ പ്രസംഗം ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की. वंदे वंदे वंदे. അടുത്തതായി നാം ഏവരും കാത്തിരിക്കുന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ അവരുടെ പ്രസംഗമാണ്. അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വരുന്നവരെ ശോഭ ചേച്ചി ഷാലിട്ട് സ്വീകരിക്കുന്നതാണ്. വേദിയിലുള്ള
നമ്മുടെ ഏവരുടെയും ആരാധ്യനും വളരെയേറെ പ്രിയങ്കരനുമായിട്ടുള്ള മുൻ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ കൃഷ്ണദാസ് ജി, ഇന്ന് നമ്മളുടെ ഈ ജില്ലയുടെ മുന്നേറ്റത്തിന് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഈ ജില്ലയുടെ അമരക്കാരിയുമായിട്ടുള്ള ശ്രീമതി രാജി പ്രസാദ് നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്ന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭാരതാംബയുടെ സ്വപ്നങ്ങൾ വിശ്വാസം വാക്കാക്കി മാറ്റാൻ ശ്രീമാൻ നരേന്ദ്രമോദിജിയെ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രീമതി രശ്മി, നമ്മുടെ ഏവരുടെയും ആദരണീയനായിട്ടുള്ള ഗോപിചേട്ടൻ, ഈ വേദിയിലുള്ള ജില്ലയുടെ ആദരണീയനായിട്ടുള്ള പ്രഭാരി അജിത്തേട്ടൻ, അതുപോലെ തന്നെ എൻ്റെ മഹിളാ മോർച്ചയുടെ മുൻകാല ലീഡർ ശ്രീമതി രാധാമണി അവറകൾ, ജനറൽ സെക്രട്ടറിമാർ, സഹപ്രവർത്തകരായിട്ടുള്ള വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. പണ്ടൊക്കെ ഒരു 20 കൊല്ലം മുമ്പ് പ്രസംഗിക്കാൻ വരുമ്പോൾ വേദിയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പേര് പറയാൻ 6 പേരെ ഉണ്ടാകൂ. പക്ഷെ ഇന്ന് നമ്മുടെ ഈ വേദിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അത്തരത്തിലുള്ള നേതാക്കന്മാരാൽ സദസ് നിബിഡമാണ്. ഏത് നേതാവ് BJPയുടെ അധികാരത്തിൽ വന്നാലും, പ്രസിഡന്റ് ആയാലും, ഏത് ലീഡർ ജനറൽ സെക്രട്ടറി ആയാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് കുങ്കുമഹരിത പതാകയിലും ഭാരതീയ ജനതാ പാർട്ടിയിലുമാണ് എന്ന് വിശ്വസിക്കുന്ന ഈ സദസ്സിൽ ഇരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നാഡീമിടിപ്പുകളായിട്ടുള്ള സഹപ്രവർത്തകന്മാർ എല്ലാവരും വർദ്ധിതമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർട്ടി. അങ്ങനെ ഈ പാർട്ടി ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷക്കാരനും UDFും നമ്മളോട് ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. ആദ്യം ചോദിച്ചു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചത്, നിങ്ങൾക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണേണ്ടി വരും. ഏത് വ്യക്തിയെ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയാലും ചിഹ്നം താമരയല്ലേ, ആ താമരയിൽ വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്ന ചോദ്യമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചതെങ്കിൽ നമ്മൾ ഗ്യാലറിയിൽ ഇരുന്നല്ല കളി കാണുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് 2 കേന്ദ്രമന്ത്രിമാർ ഇന്ന് നമ്മൾക്കുണ്ട്. തൃശൂർ ജില്ലയിൽ നിന്ന് 75,000 വരുന്ന വോട്ടുകൾക്ക് താമര ചിഹ്നത്തിൽ വോട്ടും വാങ്ങി വിജയിച്ചു പോയി ശ്രീമാൻ സുരേഷ് ഗോപിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയിലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലും കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയം സംഭവിച്ചതെങ്കിൽ, കൃഷ്ണദാസേട്ടനെ പോലെ ആരാധരായിട്ടുള്ള നേതാക്കന്മാരുള്ള ഈ പാർട്ടി, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരിയെ നിയോഗിച്ചത് പുന്നപ്രയുടെയും വയലാറിന്റെയും മണ്ണിൽ പോയി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പറഞ്ഞതെങ്കിൽ, പെട്ടിയും കിടക്കയും തൂക്കി ആലപ്പുഴയിലേക്ക് ഞാൻ പോയപ്പോൾ പുന്നപ്രയിലും വയലാറിലും 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തവരൊക്കെയും താമര ചിഹ്നത്തിൽ വോട്ട് നൽകുന്ന ചരിത്രം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ദാസേട്ടൻ പറഞ്ഞു, ഇവിടെ BJPയിലേക്ക് കടന്നു വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ്. അതിന്റെ തെളിവാണ്, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ കണ്ടല്ലൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്ത് മുഴുവൻ കോൺഗ്രസുകാരായിരുന്നു. കണ്ടല്ലൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോ അവിടെ ആശങ്കയുണ്ടായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക്, നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, പല നേതാക്കന്മാരും
പല കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും മനസ്സ് മടുത്ത് ആ പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന അജയ്യനായ ലോകാരാധ്യനായ ശ്രീമാൻ നരേന്ദ്രമോദിയോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പെട്ടി പൊളിച്ചപ്പോ കണ്ടല്ലൂർ പഞ്ചായത്തിൽ 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിക്ക്. കരുവാറ്റ അവിടേക്ക് കടക്കണ്ട എന്നാണ് പറഞ്ഞത്. ഒട്ടിച്ച ഫ്ലക്സ് ബോർഡുകൾ കീറുക, അതുപോലെ തന്നെ വലിയ ഫ്ലക്സ് ബോർഡ് നെറ്റി മുതൽ താഴെ വരെ കുത്തിക്കീറുക, അങ്ങനെ പ്രവർത്തകന്മാർ കരയുക. ഹരിപ്പാട് നിയോജക മണ്ഡലത്തില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉല്ലാസ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു 5 തവണ ഞങ്ങൾ ഫ്ലക്സ് ബോർഡ് വെച്ചു, അതെല്ലാം കുത്തിക്കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉല്ലാസിനോട് പറഞ്ഞു, ഒരു ദൃഢപ്രതിജ്ഞ അങ്ങോട്ട് എടുക്കുക. ഹരിപ്പാട് നിയോജക മണ്ഡലത്തില് കാർത്തികപ്പള്ളിയില് നമ്മൾ ആ പഞ്ചായത്ത് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭരിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുകയും ആളുകളുടെ ഹൃദയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചാൽ മതി എന്ന് പ്രഖ്യാപനം നടത്താൻ എന്റെ സഹപ്രവർത്തകന്മാർക്ക് സാധിച്ചുവെങ്കിൽ ആ പഞ്ചായത്തിലെ ഭരണം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അപ്പൊ കോൺഗ്രസും വ്യത്യാസമില്ല, മാർക്സിസ്റ്റ് പാർട്ടിയും നമുക്ക് വ്യത്യാസമില്ല. കൃഷ്ണദാസേട്ടൻ കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങുമ്പോ ആ കണ്ണൂരിലെ തലതൊട്ട നേതാക്കന്മാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലിരിക്കുന്ന നേതാക്കന്മാർ ദാസേട്ടനോട് പറഞ്ഞു, ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പന്യൻ ചന്ദ്രേട്ടൻ പൂർവികൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജയകൃഷ്ണൻ മാസ്റ്ററോട് പറഞ്ഞു, കണ്ണൂരിൽ ഈ പ്രസ്ഥാനത്തിന്റെ കൊടി ഞങ്ങൾ പാറിക്കില്ല എന്ന് പറഞ്ഞുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണദാസേട്ടന്റെ തലശ്ശേരിയില് എത്ര മെമ്പർമാരുണ്ട് ഇന്ന് BJPയുടെ താമര ചിഹ്നത്തിൽ എന്നുള്ളതിന്റെ മറുപടി മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? ഉണ്ട്. നമ്മൾ തലശ്ശേരിയിൽ അടിവെച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ആളുകളുടെ ചോര നിങ്ങൾ കുടിച്ചു, ഒരുപാട് ആളുകളെ നിങ്ങൾ കുത്തിക്കീറി ഞങ്ങളിൽ നിന്ന് അകത്തിയെടുത്തു, ഒരുപാട് ഞങ്ങളുടെ പൂർവികന്മാരെ നിങ്ങൾ ബലിദാനികളാക്കി മാറ്റി. എന്നാൽ തലകുനിക്കാതെ തന്റെ ഇടത്തോടുകൂടി ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ കണ്ണൂരിന്റെ വിരിമാറിലേക്ക് മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസിലെ ജനാധിപത്യ വിശ്വാസികളാണ് ഞങ്ങൾ കൂടുതൽ എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച ശ്രീമാൻ രഘു, അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഷാൾ അണിയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടന് ഭാഗ്യമുണ്ടായി എന്നുള്ളത് കണ്ണൂരും മാറി എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ രശ്മി കടന്നു വന്നു. എന്തുകൊണ്ടാണ് രശ്മി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നത്? പ്രിയപ്പെട്ട രശ്മിക്കറിയാം, ഒരു വലിയ ഫ്ലക്സ് ബോർഡ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റോഡിൽ വലിയൊരു ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ഫ്ലക്സ് ബോർഡില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വലിയ ഫോട്ടോ, അതിൽ എഴുതിയിട്ടുണ്ട് റോഡെല്ലാം നന്നായി, റോഡെല്ലാം നന്നായി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണ്, കേരളത്തിലെ റോഡുകൾ നന്നായിട്ടുണ്ടെങ്കിൽ 1 രൂപ പോലും കൊടുക്കാതെ കേരളത്തിലെ ദേശീയ പാതയുടെ വികസന പ്രവർത്തനത്തിന് ഞാൻ നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിച്ചു എന്ന് പറഞ്ഞ റോഡിന്റെ മന്ത്രി ആരാധനായ ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടെ സഹായം കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ റോഡുകളും നിങ്ങൾ ടാറിട്ട് നല്ല മനോഹരമാക്കുന്നത്. ആ റോഡ് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുത്തുകയാണ്. നിങ്ങൾ പറയുകയാണ് ഇത് പിണറായി വിജയന്റെ റോഡാണ്. ഒരു റോഡും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ വെച്ച ബോർഡുകളെല്ലാം ശ്രീമാൻ നരേന്ദ്രമോദിക്കുള്ള സല്യൂട്ടാണ്. നിങ്ങൾ ഗതാഗത മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഗതാഗത മേഖല വളരുന്നു കേരളത്തിൽ. ആ വളർച്ചയുടെ പിറകിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും ഭരണകൂടവുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ സാധിക്കും, ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ റെയിൽവേ മേഖലയും ഉണരുമ്പോൾ കേരളത്തിലും നല്ല ഒരു അവാർഡ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടി. എന്താ അവാർഡ് എന്നറിയുമോ? നമ്മുടെ റെയിൽ പാളങ്ങൾ നവീകരിക്കാനുള്ള ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. അതിന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാര് അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. ആ അവാർഡ് അവർ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോടും വലതുപക്ഷക്കാരനോടും ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ റെയിൽവേ മേഖലയുടെ ഇവിടുത്തെ ഉപഭോക്താക്കളുടെ അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുഴുവൻ മണിക്കൂറുകളും ഒരു മെമ്പറായിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട ദാസേട്ടൻ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട്
ആവശ്യമായ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനെ അമ്യൂണിറ്റി കമ്മിറ്റിയുടെ വലിയ ചുമതലയിൽ കേന്ദ്രമന്ത്രി എടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? റോഡുകളുടെ കൂട്ടത്തിൽ റെയിൽവേയുടെ പാളങ്ങൾ വികസിപ്പിക്കപ്പെട്ടു. ആ റെയിൽവേ പാളങ്ങളുടെ വികസനം ഉണ്ടായി. റെയിൽവേ ലൈൻ അത് വൈദ്യുതീകരിക്കുന്ന കാര്യത്തിൽ കേരളം മുന്നോട്ട് പോയി. എന്നാലും സ്ഥലമേറ്റെടുപ്പിന്റെ കാര്യം വരുമ്പോൾ ആ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ സാധിക്കാതെ കേരളത്തിന്റെ വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്ര സ്പീഡായിട്ട് മുന്നോട്ട് പോകുന്നില്ല. എന്താ കാരണം? കാരണം റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ അത് പണിയാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റില്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം കരാർ കൊടുക്കാനാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ഇരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എന്ത് ലേലം വിളിക്കുമ്പോഴും ഒരു ഓൺലൈൻ അപേക്ഷയുമില്ല, ഒരു ഓഫ്ലൈൻ അപേക്ഷയുമില്ല. കരാർ എടുക്കുന്നതും കരാർ പ്രവർത്തനം പദ്ധതിയിൽ കൊണ്ടുവരുന്നതും ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ശബരിമലയിൽ ഒരു കരാർ കൊടുക്കുമ്പോൾ അവിടെയും ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അതിവേഗ പാത കൊണ്ടുവരുമ്പോൾ മാത്രം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സാധിക്കില്ലല്ലോ എന്നുള്ള ദുഃഖത്തോടു കൂടിയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഒരുപാട് സമയമായിട്ട് ഈ പൊതുയോഗത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ന് CAG-യുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് പറയുന്നത് കൺട്രോളർ ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പറയുകയാണ്, മാർച്ച് മാസം 21-ാം തീയതി 2023 മാർച്ച് മാസം 21-ാം തീയതി വരെ നമ്മുടെ കേരളത്തിൽ NDPC-യുടെ, അതായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ക്രൂരമായ ഭയാനകമായിട്ടുള്ള കേസുകൾ കേരളത്തിൽ വർദ്ധിതമായിട്ടുണ്ട് എന്ന് സെൻട്രൽ CAG-യുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താണ്? ഈ നാടിനെ നശിപ്പിക്കുന്ന മാരകമായിട്ടുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 4863 കേസുകൾ എവിടെയും എത്താതെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുകയാണ്. അവിടെ അവരൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഗവൺമെന്റിനോട്. എന്താണ് ഈ അന്വേഷണം? എന്താണ് എവിടെയും എത്താത്തത്? മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസിൽ 1596 മയക്കുമരുന്ന് കേസുകൾ, അത് സെക്ഷൻ 27 മുതൽ 37 വരെ നടപ്പിലാക്കാതെ ആ മയക്കുമരുന്ന് മാഫിയയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ആ CAG കേരളത്തിന്റെ മുന്നിൽ ഉയർത്തിയിരിക്കുകയാണ്. ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ദൈവത്തിന്റെ നാടായിട്ടുള്ള കേരളത്തെ, നിങ്ങൾക്കറിയാമല്ലോ അയ്യങ്കാളിയുടെ പ്രവർത്തനം കൊണ്ട് പുരോഗമനത്തിന്റെ പാതയിലേക്ക് കുതിച്ച ഈ കേരളത്തെ, ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശങ്ങൾ കൊണ്ട് പുണ്യഭൂമിയായി മാറിയിട്ടുള്ള ഈ കേരളത്തെ, ഒരു കാലത്ത് പന്തിഭോജനം നടത്തിക്കൊണ്ട് കേളപ്പജിയെ പോലെയുള്ള ആളുകളും മന്നത്തപ്പൂപ്പനെ പോലെയുള്ള ആളുകളും ഈ കേരളത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടെങ്കിൽ ആ കേരളത്തെ ഇന്ന് രാക്ഷസന്മാരുടെ നാടാക്കി മാറ്റാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയന് സാധിച്ചുവെന്നാണ് CAG-യുടെ റിപ്പോർട്ട് എന്റെയും നിങ്ങളുടെയും മുന്നിൽ ചോദ്യചിഹ്നം ഉയർത്തുന്നത്. ഈ നാട്ടിലെ ഭാവി തലമുറയിലെ ചെറുപ്പക്കാരെ നശിപ്പിക്കാനായി ഈ മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ മുന്നോട്ട് വരുമ്പോൾ എന്താണ് നിങ്ങൾ സെക്ഷൻ ഇട്ടുകൊണ്ട് അവരെ നീതിന്യായ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കാത്തത് എന്നുള്ള ചോദ്യം അത് CAG ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് MP രാജേഷ് ആണ്. നിങ്ങളല്ലേ എക്സൈസ് മന്ത്രി മിസ്റ്റർ രാജേഷ്? നിങ്ങളുടെ കുടുംബത്ത് ഏതെങ്കിലും ഒരു കുട്ടി, 8 വയസ്സുള്ള ഒരു കുഞ്ഞ് ലഹരി മരുന്നിന് അടിമയായാൽ തനിക്ക് സഹിക്കുമോ? സഹിക്കില്ല. എന്നാൽ ഇന്ന് കേരളത്തിൽ 8 വയസ്സു മുതൽ ലഹരി മരുന്നിന്റെ കാരിയർമാരായി ഒട്ടനവധി കേസുകളിൽ പ്രതികളായി ഇന്ന് ബാല കുറ്റകൃത്യത്തിന്റെ അടിമകളായി ഈ കേരളത്തിന്റെ മണ്ണിൽ ചെറുപ്പക്കാരികളും മുന്നോട്ട് പോകുമ്പോൾ ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട രീതിയിൽ ക്ലാസുകൾ പോലും കൊടുക്കാൻ
ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന് CAG കണ്ടെത്തിയപ്പോ നമ്മുടെ MP രാജേഷ് ഒരു മടിയുമില്ലാതെ ഇവിടെ എന്തു ചെയ്തു? ബാറുകൾക്ക് 2 മണിക്കൂർ കൂടി സമയം നീട്ടിക്കൊടുത്തു. എന്നിട്ട് ഒരു മടിയുമില്ലാതെ മാധ്യമ പ്രവർത്തകന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ കള്ളുകുടിയുടെ സമയം, മദ്യപാനത്തിന്റെ സമയം അത് നീട്ടുന്നത് ടൂറിസത്തിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ മിസ്റ്റർ രാജേഷ്, ടൂറിസ്റ്റുകൾ വരുന്നത് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ? അതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം ഭാര്യ അറിയാതെ ഒരു 2 പെഗടിച്ച് വീട്ടിലേക്ക് വരുന്ന കുടിയന്മാരുണ്ടല്ലോ, അവരെ നിങ്ങൾ മുഴുക്കുടിയന്മാരാക്കാനുള്ള വേറൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് നാളെ ഞാൻ ഇത് ചെയ്യില്ല എന്ന് ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്ന മദ്യപാനിയെ വീണ്ടും കുടിയനാക്കാൻ വേണ്ടി കുപ്പി വീട്ടിലേക്ക് കൊടുത്തയക്കുന്ന നാണം കെട്ട മന്ത്രിയല്ലേ കേരളത്തിൽ MP രാജേഷ്? ആ കുപ്പി കൊണ്ടുപോയി തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടുമെന്നുള്ള തീരുമാനമുണ്ടാക്കി 12 മണി വരെ കുടിച്ച് 10 മണി കഴിഞ്ഞാൽ അത് കഴിച്ച് നേരത്തിന് വീട്ടിൽ വന്നിരുന്ന ഒരു സാധാരണ മദ്യപാനി ഉണ്ടായിരുന്നുവെങ്കിൽ 12 മണി കഴിഞ്ഞ് ഭാര്യ വിളിച്ചാൽ 12 മണിക്കും ഭർത്താവിനെ വീട്ടിലേക്ക് കിട്ടാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ഗുജറാത്ത് കണ്ടില്ലേ? 18 കോടി ടൂറിസ്റ്റുകൾ ഗുജറാത്തിലേക്ക് പോകുന്നുണ്ട് ഓരോ വർഷവും. 18 കോടി ടൂറിസ്റ്റുകൾ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ അവിടെ സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഗുജറാത്തിൽ 18 കോടി ആളുകൾ ആ നാട് കാണാൻ വേണ്ടി ചെല്ലുമ്പോ നമ്മുടെ കേരളത്തിന്റെ എക്സൈസ് മന്ത്രി പറയുകയാണ്, ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ 10 മണി മുതൽ 12 മണി വരെ ഈ സമയം നീട്ടിക്കൊടുക്കണം. ഭർത്താവിന് ഭാര്യയോടൊപ്പം ഇരിക്കാനും കാണാനുമുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി. കുട്ടികൾക്ക് അച്ഛനെ കാണാനുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി. കേരളത്തെ നശിപ്പിക്കാൻ മയക്കുമരുന്ന് മാഫിയയുടെ കൈകളിലേക്ക് ഈ കേരളത്തെ നിങ്ങൾ എഴുതി പണയം വെച്ചു കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് കേരളത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് കഴിച്ചവന്റെ ലഹരി അല്ലെങ്കിൽ കഴിക്കുന്നതിനുള്ള ആസക്തി കുറച്ച് കുറയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു സംവിധാനവും കേരളത്തിലില്ല. പണ്ട് തൃശ്ശൂർക്കാരൻ ഒരു ലോനപ്പൻ നമ്പാടൻ മാഷ് ഉണ്ടായിരുന്നു. നമ്പാടൻ മാഷ് പൊതുയോഗത്തിന് ചെന്നിട്ട് പ്രസംഗിക്കും. പല രാഷ്ട്രീയക്കാരുടെയും പ്രസംഗം നമ്മൾ കേൾക്കുമല്ലോ. അപ്പൊ നമ്പാടൻ മാഷ് പ്രസംഗിക്കുമ്പോ അന്ന് പറയും, ഇപ്പൊ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് കൊട്ടുവടിയാണ് എന്ന് നമ്പാടൻ മാഷ് പറയും. കൊട്ടുവടി എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ കൊട്ടുപടി കൊണ്ട് തലക്കടിച്ച പോലെ ഒരു കനമാണത്രേ. പിന്നെ ആളങ്ങനെ ഇരിക്കും മദ്യപാനി. എന്നിട്ട് പിന്നെ നമ്പാടൻ മാഷ് പറയും, ഇപ്പൊ അന്ത്യക്രിസ്തു ഉണ്ട് എന്ന് പറയും പ്രസംഗത്തില്. അന്ത്യക്രിസ്തു എന്താ? അടിച്ചാൽ 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേൽപ്പ്. പിന്നെ പറയും ആനമൈക്കി ഉണ്ട് ഒരു ബ്രാൻഡ്. മാഷിയുടെ പ്രസംഗമാണ്. ആനമൈക്കി എന്ന് പറഞ്ഞാൽ അടിച്ചാൽ പിന്നെ ആനയെ പൊക്കാൻ വല്ല നിർവാഹം ഉണ്ടോ? അതുപോലെയാണ് അത്ര ഇത് കഴിച്ച ആളുടെ അവസ്ഥ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഒരു 8 ബ്രാൻഡ് പറയും. അവസാനം പറയും, ഇനി എന്നാണാവോ ട്രെയിൻ എന്നുള്ള പേരിൽ ഒരു ബ്രാൻഡ് കേരളത്തിൽ ഇറക്കുക എന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഞാൻ വേദനിക്കുന്നുവെന്ന് ലോനപ്പൻ നമ്പാടൻ മാഷ് പ്രസംഗിക്കുമായിരുന്നു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നാണമുണ്ടോ മിസ്റ്റർ രാജേഷ്? നിങ്ങൾ ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ കസേരയിലിരിക്കുമ്പോൾ ഇവിടുത്തെ മദ്യം കഴിക്കുന്നവരുടെ കുടുംബത്തിലെ സ്വാസ്ഥ്യം കൂടുതൽ നഷ്ടപ്പെടുത്തുകയും നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഏറ്റവും വലിയ ഈ MDMA പോലെയുള്ള ലഹരി രാസവസ്തുക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിരകളിലേക്ക് ഒഴുക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈശ്വര എന്ന് വിളിച്ച് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ദൈവമേ എന്ന് വിളിച്ച് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന പതിവുള്ള നമ്മുടെ നാട്ടില് ക്ഷേത്ര വിശ്വാസത്തെയും തകർക്കാൻ നിങ്ങൾ തന്ത്രപൂർവം പരിശ്രമിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭഗവാനെതിരാണ്, ഭഗവതിക്കെതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ വരുന്നതെങ്കിൽ നേരത്തെ ദാസേട്ടൻ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ കേരളത്തെ വർഗീയതയുടെ ആഴക്കടലാക്കാനാണ് പരിശ്രമിക്കുന്നത്. VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തിയിരിക്കുകയാണ്. VD സതീശൻ മൂകാംബികയിലെ മാസത്തിൽ ഒരു ദിവസം പോയി പ്രാർത്ഥിക്കുന്നത് മൂകാംബികയിൽ പോകുന്ന നമുക്കൊക്കെ കാണാം. പ്രതിപക്ഷ നേതാവ്
ഞാൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ വേണ്ടി മൂകാംബിക ദേവിയുടെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും തിരിച്ചിറങ്ങി വന്നാൽ കേരളത്തില് മുസ്ലിം സമുദായവും ഹിന്ദു സമുദായവും ചേരിതിരിഞ്ഞ് അടിക്കണമെന്നും കേരളം വർഗീയതയുടെ വിഷബീജമുണ്ടാകണം കേരളത്തിലെന്നും ചിന്തിച്ചുകൊണ്ട് VD സതീശൻ മുന്നോട്ട് പോകുമ്പോൾ ഏത് കസേര കിട്ടാമെന്ന് പറഞ്ഞാലും വർഗീയ വിഘടനവാദ സന്തതികളെ കൂടെ കൂട്ടാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് തിരിച്ചിറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് ഭാരതത്തിൽ, ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് ഭാരതത്തിൽ എന്ന് ഒരു വലിയ സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ പറയുമ്പോൾ VD സതീശന് സഹിക്കുന്നില്ല. VD സതീശൻ പറയുകയാണ്, അല്ലല്ല, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല, വിശിഷ്യ കേരളത്തിൽ തീരെ സുരക്ഷിതരല്ല. എന്താണ് മിസ്റ്റർ VD സതീശൻ, നിങ്ങളുടെ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ മറന്നോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീമാൻ ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റ് ഇങ്ങനെയാണ്, എന്താണ്? ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയുന്ന, ഇന്ത്യയുടെ ദേശീയതയോട് മനുഷ്യരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കാത്ത, ഈ രാജ്യത്ത് വിഘടന വിഭജനവാദത്തിന്റെ വിത്തുപാകുന്ന ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നു എന്ന് അഫിഡവിറ്റ് കൊടുത്ത നേതാവാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ തെരുവിൽ അപഹസിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തിക്കൊണ്ട് മിസ്റ്റർ VD സതീശൻ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇത് തീക്കളിയാണ്. ഈ തീക്കളി എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളില് ഇസ്ലാമിക വിഘടനവാദം ഉണ്ടാകുമ്പോൾ ആർക്കാണ് അതിന്റെ ഏറ്റവും വലിയ ദുരന്തഫലം അനുഭവിക്കുന്നത്? മുസ്ലിങ്ങളാണ്, ഇസ്ലാം മതവിശ്വാസികളാണ്. അല്ലെ? മലാലയെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചു ആരാണ്? ഇസ്ലാമിക ഭീകരവാദ സംഘടനകളാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഇറാനിലും ഇറാഖിലുമൊക്കെ മുസ്ലിം ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് മുസ്ലിങ്ങളെ തന്നെയാണ്. അല്ലെ? അങ്ങനെ ഒരു ഭാരതം സൃഷ്ടിക്കാനാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ പരിശ്രമിക്കുന്നത്. ആ VD സതീശന് കാലം മാപ്പ് തരില്ല എന്നുള്ളത് വരാൻ പോകുന്ന നാളുകളിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഹൃദയത്തിൽ എഴുതി വെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമുക്ക് ആ ജമാഅത്ത് ഇസ്ലാമിയെ അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 300ഓളം പദ്ധതികൾ ഈ രാജ്യത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിലെ ജനാധിപത്യ വിശ്വാസികളായ, രാജ്യസ്നേഹികളായ മുസ്ലിം ജനസാമാന്യം മുഷ്ടി ചുരുട്ടിക്കൊണ്ട് വന്ദേ മാതരം പാടുന്നുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങളുടെ ലോകമാണ് രാജ്യം കാത്തിരിക്കുന്നത്. അത് ഈ കേരളത്തിലുമുണ്ട്. ഏതാനും ചെറിയ ഭീകരവാദ സംഘടനകളുടെ ചിലവിലാണ് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം ജീവിക്കുന്നത് എന്ന് ധരിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമുള്ള മറുപടിയാണ് ദേശീയ ധാരയിലേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധനവ്. മെമ്പർഷിപ്പ് അടിച്ച്, മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പാർട്ടി ഉണ്ടല്ലോ, കേരളത്തിലെ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയില് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അമിത്ഷാജിയോടൊപ്പം മോദിജിയോടൊപ്പം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ നാടിനെ മാറ്റണം, കാർഷിക മേഖലയെ മാറ്റിമറിക്കണം. അതിന് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള 15 കൊല്ലത്തിലധികം നമ്മുടെ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള, സാധാരണക്കാരനായിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ശിവരാജ് സിംഗ് ചൗഹാൻ എന്നാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കാർഷിക മേഖലയിലെ നമ്മുടെ വകുപ്പ് മന്ത്രി മിസ്റ്റർ പ്രസാദ് ഡൽഹി വരെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ആ കാർഷിക വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുകയോ, ആലപ്പുഴയിലെ പ്രസാദ് എന്ന് പറയുന്ന പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്തതും അതുപോലെ തന്നെ പാലക്കാടിലെ കർഷകന്മാർ
ആത്മഹത്യ ചെയ്യുമ്പോഴും ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇത് ഞങ്ങൾക്കൊന്ന് ചെയ്തു തരണമെന്ന് പറയാൻ വേണ്ടി ഇവിടെ നിന്ന് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ആരോഗ്യ മേഖലയില് നേരത്തെ പറഞ്ഞില്ലേ, തൃശ്ശൂരില്, ഞാൻ തൃശ്ശൂർ ജില്ലക്കാരിയാണ്. തൃശ്ശൂർ ജില്ലയില് തൃക്കൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാൽമുട്ടിന് ശസ്ത്രക്രിയക്ക് പോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ 2 കണ്ണുകളും നഷ്ടപ്പെടേണ്ട സാഹചര്യം ആ അമ്മ കേരളത്തിന്റെ മുന്നിൽ വിശദീകരിക്കുന്നത് ഞാനും നിങ്ങളും കേട്ടു. ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ P1 ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് ഒരു കച്ചവടവും കേരളത്തിൽ ഇല്ലായിരുന്നു 2021 വരെ. 2021 വരെ ഒരു കച്ചവടവും കേരളത്തിൽ ചെയ്യാത്ത P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ കയ്യിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഫണ്ട് വാങ്ങിയത് 4 കോടി രൂപയാണ്. 4 കോടി രൂപ പാർട്ടി ഫണ്ട് വാങ്ങിയതിനു ശേഷം നമ്മൾ കേരളത്തിൽ കാണുന്നത് 15 ലക്ഷത്തോളം ആരോഗ്യ മേഖലയിൽ അഡ്മിഷൻ ഉണ്ടായിരുന്ന രോഗികൾ, ആ രോഗികളുടെ എണ്ണം പൊടുന്നനെ കുറയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. എങ്ങനെ കുറയാതിരിക്കും? ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്ന ധൈര്യത്തോടു കൂടി അമ്മയെയോ അച്ഛനെയോ ആ ആശുപത്രിയിലേക്ക്, ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ 4 വട്ടം ആലോചിക്കും. നിങ്ങൾക്കറിയാം, അവിടെ നല്ല ഡോക്ടർമാരുണ്ട്, എന്നാൽ അവിടെ ഇതുപോലെയുള്ള മനുഷ്യത്വം മരവിച്ച ഡോക്ടർമാരുമുണ്ട്. അവിടെ നല്ല ഡോക്ടർമാർ, മിസ്റ്റർ ഹാരിസിനെ പോലെയുള്ള ഡോക്ടർമാർ പറയുകയാണ്, ഉപകരണങ്ങളില്ല, അസിസ്റ്റ് ചെയ്യാൻ നഴ്സുമാരില്ല, ആവശ്യത്തിന് അറ്റൻഡർമാരില്ല, എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്ന് ഇടതുപക്ഷക്കാരനായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ചോദിച്ച ചോദ്യത്തിന് പോലും മറുപടി കൊടുക്കാൻ സാധിക്കാതെ ആരോഗ്യ മേഖല തകരുമ്പോ എന്ത് തീരുമാനിക്കും? എന്ത് വിറ്റ് തൊലച്ചിട്ടായാലും വേണ്ടില്ല, പ്രൈവറ്റ് മേഖലയിലേക്ക് പോകാൻ തീരുമാനിക്കും. 15 ലക്ഷം രോഗികൾ ഉണ്ടായിരുന്നത് ഈ കൊല്ലം അഡ്മിഷൻ 7 ലക്ഷം രോഗികൾ മാത്രമാണ്. 3.5 ലക്ഷം മേജർ ശസ്ത്രക്രിയ നടന്നിരുന്നത് ഈ വർഷം 70,000 ശസ്ത്രക്രിയകളാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ബാക്കി എല്ലാവരും അങ്ങനെ എവിടേക്ക് പോകണം? സ്വകാര്യ മേഖലയിലേക്ക് പോകണം. സ്വകാര്യ മേഖലയിലേക്ക് പോകണമെന്ന് തീരുമാനിപ്പിക്കാൻ വേണ്ടി P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ കയ്യിൽ നിന്ന് 4 കോടി വാങ്ങി. ആ കമ്പനിയുടെ പാരന്റ് കമ്പനി എവിടെയാണ്? അമേരിക്കയിലാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മൈക്ക് കെട്ടിക്കഴിഞ്ഞാൽ അവരെന്താ പറയുക? അമേരിക്ക ആഗോള കുത്തക, ആഗോള സാമ്രാജ്യത്വ ശക്തി. ആ ആഗോള കുത്തക, ആഗോള സാമ്രാജ്യത്വ ശക്തി എന്ന് അവർ അധിക്ഷേപിച്ച അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയും P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും ഒന്നാണ്. ഒന്ന് പാരന്റ് കമ്പനി, ഒന്ന് ഉപകമ്പനി. അവര് 10 ആശുപത്രികൾ വാങ്ങി. ആസാദ് മൂപ്പന്റെ വാങ്ങി. അവരുടെ കയ്യിലുള്ള ആശുപത്രി 80% ഇന്ന് ബ്ലാക്ക് സ്റ്റോണിന്റെ കയ്യിലായി. അപ്പൊ കിംസും പോയി, മിംസും പോയി. തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, പാലക്കാട്, മലപ്പുറത്ത് 10 വലിയ ആശുപത്രികൾ ഇന്ന് അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ, പൊതു സംവിധാനങ്ങളെ തകർത്തു കൊടുക്കുകയാണ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. വീണ ജോർജിന് എന്ത് ചെയ്യാൻ പറ്റും? വീണ ജോർജിനോട് അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കണം. വീണ ജോർജിനോട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. വീണ ജോർജിനോട് നുണ പറയാൻ പറഞ്ഞാൽ പറയണം. ആരാ പറയുന്നത്? പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ശൈലജ ടീച്ചറെ മൂലക്കിരുത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ ജോർജിനോട് നാടകം അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുക്കില്ല, മത്സരിക്കാൻ പറ്റില്ല. അപ്പോ കേരളത്തിന്റെ പൊന്നു തമ്പുരാൻ പിണറായി വിജയൻ പറയുന്നത് കേട്ട് സമരം നടത്താൻ നാണമുണ്ടോ വീണയ്ക്ക്? ഞങ്ങളൊക്കെ എത്ര സമരത്തിന് പോയതാണ്. ഞാൻ വേണമെങ്കിൽ പിന്നീട് ഒരു ചെറിയ വീഡിയോ തരാം. പോലീസുകാർ എന്നെ വളഞ്ഞിട്ട് അടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. വീണ ജോർജ് പറയുകയാണ്, ഒന്നാമത് ധൈര്യമേ ഇല്ലാത്തവരാണ് ഈ കേശുവിന്റെ ചെറുപ്പക്കാർ. ഏതെങ്കിലും ഒരു ഉജ്ജ്വല സമരം അവർ നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ? അവരുടെ സഹോദരി, മഹിളാ കോൺഗ്രസിന്റെ സഹോദരിയെ അടിച്ച് നട്ടല് പൊട്ടിച്ച് ഒരു ഭാഗത്തിട്ടിട്ടും മുഷ്ടി ചുരുട്ടി ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ തന്റെ ഇടമില്ലാത്ത, വിളിക്കാൻ പോയാൽ സംരക്ഷിക്കാൻ കോൺഗ്രസിനകത്ത് ആളില്ല എന്ന ബോധ്യമുള്ള ആ ചെറുപ്പക്കാര് വീണ ജോർജിനെ ആക്രമിക്കാൻ പോകുമെന്ന് ആരെങ്കിലും ധരിച്ചോ? ഇല്ല.
പക്ഷേ അപ്പോഴേക്കും വീണ ജോർജിന്റെ കഴുത്ത് വേദനിച്ചു. എന്താ കാരണം? വീണയ്ക്ക് കഴുത്ത് വേദനിച്ചില്ലെങ്കിൽ തൃക്കൂരിലെ ആ അമ്മയും മകനും, കണ്ണു നഷ്ടപ്പെട്ട അമ്മയും മകനും ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് ഒരു നാടകം നടത്താൻ പിണറായി പറഞ്ഞത്. നോക്കൂ, പിണറായി വിജയന്റെ മുഖം, മുഖ്യമന്ത്രിയുടെ മുഖം കാണുമ്പോൾ ആളുകൾക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ മോഹൻലാലിന്റെ മുഖം കണ്ടാൽ ആളുകൾക്ക് വലിയ താല്പര്യമാണ്. അപ്പൊ എന്തുണ്ടായി? മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ് ഈ കേരളത്തിൽ? ശ്രീമാൻ ചടയൻ ഗോവിന്ദന്റെ പാർട്ടി, ശ്രീമാൻ AK ഗോപാലിന്റെ പാർട്ടി, ശ്രീമാൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാർട്ടി, ശ്രീ നായനാരുടെ പാർട്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പട നയിക്കുമെന്ന് പ്രഖ്യാപിച്ച എത്രയോ വലിയ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടി ഇന്ന് കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ മുഖം ആളുകൾ കാണാൻ വേണ്ടി നമ്മുടെ സിനിമാ മേഖലയിലെ അപ്രപ്പാളികളിലെ മുടിചൂടാൻ മന്നനായിട്ടുള്ള മോഹൻലാലിനെ കൊണ്ടുവന്നിരുത്തി ഇന്റർവ്യൂ നടത്തേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കതൊന്നും വേണ്ട. നമ്മൾ തുടങ്ങിയത് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇല്ലാതെയാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഞാൻ അഭിമാനത്തോടു കൂടിയിട്ട് എന്റെ സഹോദരിയെ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ ചേർത്ത് നിർത്തുകയാണ്. നമ്മൾ വിളിച്ച വന്ദേ മാതരവും, നമ്മൾ വിളിച്ച മുദ്രാവാക്യവും, നമ്മൾ മുന്നോട്ട് പോയതും, നമ്മൾ ഈ സമൂഹത്തിൽ MLA-യുടെ തണലില്ലാതെ, MP-യുടെ തണലില്ലാതെ, ഒരു മന്ത്രിയുടെ തണലില്ലാതെ നമ്മുടെ രാജ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS-കാരനോ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്നോ BJP-യിൽ നിന്നോ ഒരാൾ ഭരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഈ ഇരിക്കുന്ന പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്നത്. ഒരൊറ്റ മന്ത്രം എന്താണ്? അമരമാകണം എന്റെ രാഷ്ട്രം, വിശ്രുതി നേടണം, നിഖില വൈഭവ പൂർണ്ണമാവണം, എവിടെയും ജനജീവിതം. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് നമ്മളൊക്കെ പ്രവർത്തനത്തിന്റെ കർമ്മ മണ്ഡലത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് MLA ഉണ്ട്, അല്ലെ? ഇന്ന് നമുക്ക് MLA ഉണ്ട് എന്നല്ല, MLA ഉണ്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ 20% വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ നമ്മൾ ഉണ്ടാക്കും. അന്ന് കട്ടിള പൊളിച്ചവനും കട്ടിളപ്പാളി കൊണ്ടുപോയവനും വാജിവാഹനം മോട്ടിച്ചവനുമൊക്കെ ഒരു 48 മണിക്കൂർ BJP-യുടെ നേതൃത്വത്തിലുള്ള NDA-യുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളം ഭരിക്കുമ്പോൾ കരുവന്നൂരിലെ സഹകരണ സംഘ കൊള്ളയ്ക്കും ഞങ്ങൾ ഉത്തരം പറയിക്കും. അയ്യപ്പന്റെ വസ്തുവകൾ മോഷ്ടിച്ചതിനും ഞങ്ങൾ ഉത്തരം പറയിക്കും. അതിന് നമ്മൾ കർമ്മധീരരായിട്ട് പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങി പുറപ്പെടണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഹൃദയം മിടിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ വേദിയിലേക്ക് നമ്മൾ പോകണം. പ്രിയപ്പെട്ട രശ്മിയോട് പറയാനുള്ളത്, രശ്മിക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് അത്രയും സ്നേഹവും കരുതലും രശ്മിയെ ഞങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഈ ഹിന്ദി നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള സാഹചര്യവും ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ സ്ത്രീകളെ കൂടുതൽ അംഗീകരിച്ചുകൊണ്ട് ദേശീയ തലത്തില് ഡൽഹിയിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീ മുഖ്യമന്ത്രിയായി, ഒരു സന്യാസിനി മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായി, ഒരു സാധാരണക്കാരിയായിട്ടുള്ള സഹോദരി കടന്ന് പഠിച്ചു വളർന്നു വന്ന് അവർ ഫിനാൻസ് മിനിസ്റ്ററായി, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി സുഷമാ സ്വരാജ്. അപ്പോ ഭാരതീയ ജനതാ പാർട്ടിയില് എല്ലാ സ്ത്രീകൾക്കും വേണ്ടി 33% സംവരണം ഇന്ത്യൻ പാർലമെന്റിലും രാജ്യസഭയിലും പാസാക്കിയിട്ടുള്ള, ലോകം അതീവ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന 16 ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുള്ള നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ശ്രീമതി രശ്മിക്ക് ഹൃദയപൂർവ്വം എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എന്നെ കേട്ടതിനും എന്നെ സ്വീകരിച്ചതിനും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. അടുത്തതായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന നേതാക്കളെ സ്വീകരിക്കുന്നതിനായി ശോഭ ചേച്ചിയെ ക്ഷണിക്കുകയാണ്. രാജൻ ടി, റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, കാരുവേലിൽ എഴുകോൺ പഞ്ചായത്ത്, നെടുവത്തൂർ മണ്ഡലം, അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരണം. അതിനുശേഷം രാജീവ് മന്ദിരം, നെടിയറ കോളച്ചിറ അഞ്ചൽ, CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്.
അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം ഷിലിൽ CGL, ഡെപ്യൂട്ടി തഹസീൽദാർ പത്തനാപുരം, എക്സ് കേരള റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഷിലിലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം ആന്റണി ആര്യങ്കാവ്, അയ്യന്റെ നാട്ടിൽ നിന്നുള്ള ആന്റണി ആര്യങ്കാവിനെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗത്തെ BJPയിലേക്ക് ചേരുവാൻ ക്ഷണിക്കുകയാണ്. അതിനുശേഷം അതേ അയ്യപ്പന്റെ നാട്ടിൽ നിന്നും CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൃഷ്ണൻകുട്ടി ആര്യങ്കാവ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതിനുശേഷം CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം അയ്യന്റെ നാട്ടിൽ നിന്ന് അയ്യന്റെ നാട്ടിൽ നിന്ന് മോഹനൻ പിള്ള ആര്യങ്കാവിനെ BJPയിലേക്ക് അണിചേരുവാനായി ക്ഷണിക്കുകയാണ്. തുടർന്ന് വിളക്കുടി വിജയകുമാർ, കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഓവർസിയറായി റിട്ടയർഡായി. ഗണേശന്റെ പാർട്ടിയിൽ നിന്നും ഗണേശന്റെ നാട്ടിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരുകയാണ് വിളക്കുടി വിജയകുമാർ. തുടർന്ന് കൊട്ടാരക്കര ചന്ദ്രശേഖരൻ പിള്ള, സാക്ഷാൽ R ബാലകൃഷ്ണപിള്ളയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന കൊട്ടാരക്കര ചന്ദ്രശേഖരൻ പിള്ളയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം താമര വിരിഞ്ഞ വിലങ്ങറ, ആ വാർഡിൽ നിന്നും ഇതാ വരികയാണ് കൊട്ടാരക്കര ചന്ദ്രശേഖരൻ പിള്ള. അതിനുശേഷം കൊട്ടാരക്കര സാബു, AITUCയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവും 2025 അഞ്ചൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന അഞ്ചൽ ചന്ദ്രബാബുവിനെ ഈ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഒരു അനുമോദനമാണ്. 72ാം കേരള സ്റ്റേറ്റ് സീനിയർ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായ കൊല്ലം ടീമിന്റെ അംഗമായിട്ടുള്ള ശ്രുതി ആറിനെ ഈ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. ശ്രുതി ആർ. അതുപോലെ മധ്യപ്രദേശിൽ നടന്ന 69ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ ഗേൾസ് അണ്ടർ-19 ക്രിക്കറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച നമ്മുടെ അഭിമാനമായ കെരൻ ടി ജോസിനും കെസിയ ടി ജോസിനും അനുമോദനം നൽകുകയാണ്. അടുത്തതായി ജന്മഭൂമി പത്രം ഈ പരിപാടിയുടെ വിജയത്തിനായി ജന്മഭൂമി പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റ് ആരാധ്യനായിട്ടുള്ള നമ്മുടെ ദേശീയ നിർവാഹക സമിതി അംഗം VK കൃഷ്ണദാസ് ഏട്ടൻ രശ്മിക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി ജേക്കബ് ജോൺ അവരുടെ ഈ പാർട്ടിയിലേക്ക് സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. അതുപോലെ ഓൺലൈൻ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ജേക്കബ് ജോൺ അവരുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ പുനലൂർ മണ്ഡലത്തിൽ നിന്നും കരവാളിൽ നിന്നുള്ള മധു 2005-2010 കാലഘട്ടത്തിൽ CPM കരവാളൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിക്കാരനായ CPI-കാരനായിട്ടുള്ള മധു കരവാളൂരിനെ BJPയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇനി അടുത്തതായി നാം ഏവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീമതി രശ്മിയുടെ മറുപടി പ്രസംഗമാണ്. ആ മറുപടി പ്രസംഗത്തിന് മുന്നോടിയായി സ്വീകരിക്കുന്നതിനായി ഏരിയ പ്രസിഡന്റ് മൈലം ഏരിയയുടെ പ്രസിഡന്റ് സന്തോഷ് താമരക്കുടി അവരെ ക്ഷണിക്കുന്നു. സന്തോഷ് താമരക്കുടി. അതുപോലെ കോട്ടാത്തല ഏരിയ പ്രസിഡന്റ് സന്തോഷ് ഇഞ്ചക്കാട് അവരെ ശ്രീമതി രശ്മിയെ സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു. തൃക്കണ്ണമംഗൽ ഏരിയ പ്രസിഡന്റ് മനോജ്